അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത സിനിമകളിൽ മെയിനായിട്ടുള്ള ദുരന്തർ ദ റിവെഞ്ച്, ദുരന്തറിൻ്റെ പാർട്ട് 2. അത് നമ്മൾ FTFS എന്ന് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നീണ്ട FTFS. അതായത് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ്, സിനിമയെപ്പറ്റി പറയുന്നതിന് മുമ്പ് സിനിമ കാണാൻ പോയൊരു കഥ പറയാം. അതായത് ഇന്നലെ, അതായത് മാർച്ച് 18-ാം തീയതി, 19-ാം തീയതിയാണ് റിലീസ്, 18-ാം തീയതി പ്രിവ്യൂ ഷോ ഉണ്ട് 5 മണിക്ക്. പ്രീമിയർ പ്രിവ്യൂ ഷോ എന്നാണ് അവർ പറഞ്ഞത്. സോ എന്തിലാട്ടെ, തലേ ദിവസം 2 ഷോ ഉണ്ട്. അപ്പോൾ നമ്മൾ 5 മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തു. ആദ്യം സിനിമ കാണണം എന്നുള്ള ഒരു ആവേശത്തിൽ 5 മണിക്ക് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. 9:30 പുള്ളിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. പുള്ളി കൊച്ചിയിൽ നിന്ന് പറഞ്ഞ പടം കാണാൻ. ഞാൻ ഈ 5 മണിക്കത്തെ ഷോയ്ക്ക് 4 മണിയായപ്പോഴേ ഇറങ്ങിപ്പോയി. എന്തുകൊണ്ട്? പോകുന്ന വഴിക്ക് ചായയെ കുടിച്ച് 2 കടിയൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയിരിക്കുക. പടം കണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ അടിച്ചാൽ 4 മണിക്കൂറുണ്ടല്ലോ, രാത്രി ആവുമല്ലോ എന്ന് വിചാരിച്ച് തിയേറ്റർ ചെന്നു. കയറി ഒരു 1 അവർ നമ്മൾ തിയേറ്ററിനകത്ത് ഇരിക്കുകയാണ്. അതായത് 20 മിനിറ്റ് എടുക്കുകയെ പടം ഡൗൺലോഡായി തീരാൻ എന്ന് തിയേറ്ററിൻ്റെ അധികൃതർ പറഞ്ഞുകൊണ്ട് നമ്മൾ തിയേറ്ററിനകത്ത് കയറി 1 മണിക്കൂറോളം ആ തിയേറ്ററിനകത്ത് വന്നിരുന്ന അത്ര ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ആൾക്കാർക്ക് ഒരു പരാതി ഇല്ലാതെ എല്ലാവരും അത് അവിടെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവർ ഏത് പാട്ട്? വിജയണ്ണൻ്റെ പാട്ട്. അതായത് ജനനായകൻ്റെ FDFSന് വേണ്ടി ഫാൻ ഷോയ്ക്ക് വേണ്ടി ഫാൻസുകാർ കൊടുത്ത പെൺഡ്രൈവ് ആയിരിക്കണം. കാര്യം മൊത്തം വിജയുടെ പാട്ട്. അതൊരു 1/2 മണിക്കൂർ നമ്മൾ ആ പുള്ളിയുടെ പാട്ട് കേട്ട് പറയാം. അപ്പോൾ 1 മണിക്കൂറായിട്ടും പടം വരുന്നില്ല. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ക്യാൻസലായി ഷോ എന്ന്. ഷോ ക്യാൻസലായെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്തോട്ട് ചാടി ഇറങ്ങിയിട്ട് പിന്നെ തിയേറ്റർ അതോറിറ്റി അവരുടെ മാനേജറെ പിടിച്ച് എല്ലാവരുടെ വട്ടം നിർത്തി പുള്ളിയോട് ചോദ്യം ചെയ്തത്. പുള്ളിക്കാരൻ ഇവരിത് പറയണം. ഈ തിയേറ്റർ എന്ന് പറയുന്നത് AC തിയേറ്ററാണ്, ആലപ്പുഴ AC. അപ്പോൾ ഇതിൽ ആലപ്പുഴയിലെ ബാക്കി എല്ലാ തിയേറ്ററിലും 5 മണിക്ക് ഷോ എന്ന് പറഞ്ഞിട്ട് 5:15, 5:30, 6 മണിയൊക്കെ ആയപ്പോഴും ഷോ തുടങ്ങി എല്ലായിടത്തും. ഇവിടെ മാത്രം 5 മണിയുടെ ഷോ നടന്നില്ല. അത് 6 മണിയായി. ഞങ്ങൾ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യുന്നു. ഇവർ പറയുന്നില്ല ഷോ ക്യാൻസലായൊന്നും പറയുന്നില്ല, നമുക്ക് റീഫണ്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ഇവരിപ്പോൾ ഇപ്പോഴും ഡൗൺലോഡ് ആയിക്കൊണ്ടെങ്കിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. 3G വെച്ച് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. എന്താണോ എന്തോ ജനങ്ങളൊക്കെ. അങ്ങനെ നമ്മളൊരു 7 മണി വരെ തിയേറ്ററിൽ നിന്നു. എപ്പോഴാണ് 4:30 ആകുമ്പോൾ പോയ ആളാണ് നമ്മൾ. 7 മണി വരെ തിയേറ്ററിൽ നിൽക്കുകയാണ്. സിനിമ വന്നില്ല. പിന്നെ ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് 9:30 ഷോയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാം 9:30 ഷോയ്ക്ക്. ടിക്കറ്റ് എടുക്കാൻ വന്നു, ടിക്കറ്റ് എടുത്തു, തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് 9:30 ഷോ ആയിരുന്നു. കറക്റ്റ് 9:00 വരാം. കാരണം ഏതായാലും ലേറ്റ് ആവും തുടങ്ങാൻ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ 9:30 വന്നു. 9:30 വന്നപ്പോൾ നമ്മളെ വീണ്ടും തിയേറ്ററിനകത്തേക്ക് കയറ്റിയിരുത്തി. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ, ഓൾറെഡി നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. തിയേറ്ററിനകത്ത് കയറിയത് വീണ്ടും 9:30, 10:30 ആയി. 1 മണിക്കൂർ വീണ്ടും എടുത്ത് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതായത് നമുക്ക് മനസ്സിലായി ഈ രാത്രിത്തെ ഷോയിൽ നടക്കാൻ ചാൻസ് ഇല്ല. എന്നാൽ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ തുടങ്ങുകയും. വേറൊരു പയ്യനുണ്ടായിരുന്നു, അവൻ വൈകിട്ട് ട്യൂഷൻ എന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ദുരന്തർ കണ്ടിട്ട് വീട്ടിൽ പോകാന്ന് വെച്ചിട്ട് നമ്മൾ പടം തീർന്ന രാത്രി 3 മണിക്കാണ് ഒടുക്കത്തെ ട്യൂഷൻ. എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി പടം കാണാൻ കയറിയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കാണാൻ 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. കാരണം സെക്കൻഡ് ഹാഫ് ഡൗൺലോഡ് തീർന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഈ റിലീസിൻ്റെ അന്ന് ഇവർക്ക് പ്രിവ്യൂ ഷോയിൻ്റെ അന്ന് ഇവർക്ക് കുറച്ച് പല കാരണങ്ങളാൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഷോ. അതെ, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ കുറച്ച് ഡിലേ ആയിരുന്നു എല്ലായിടത്തും. ഞങ്ങൾ അത്രയും ഡിലേ ആയി. എന്നിട്ടും നമ്മൾ വിടാതെ 10:30 ഷോ, 10:45 ഷോ തുടങ്ങി 2:45, 3 മണിയായി പടം തീർന്നപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ദുരന്തർ ദ റിവെഞ്ചിലേക്ക് വരാം. ദുരന്തർ കാണാൻ പോയത് തന്നെ വലിയ കാര്യമാണ്, അല്ലെ, വലിയ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ദുരന്തർ ലെങ്തി മൂവിയാണ്. അതായത് ഇതിൻ്റെ കൂടെ പറയാൻ ഒരു കാരണമായിട്ട് പലരും മറ്റേ റെഡിറ്റിലും അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്, ഇത് ദുരന്തർ 3ക്ക് വേണ്ടിയിട്ട് ജിയോക്കാർ നിർബന്ധിച്ച് ലാസ്റ്റ് മിനിറ്റ് ഒരു അഡീഷണൽ സീൻ, മറ്റേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആഡ് ചെയ്തു. അപ്പം മറ്റേ ലെങ്ത്തിൽ വ്യത്യാസം വന്നുകൊണ്ട് പിന്നെ സർട്ടിഫിക്കേഷന് പോയിട്ട് തിരിച്ച് വന്ന് അങ്ങനെ കുറച്ച് കഥകൾ വരുന്നുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. പക്ഷെ പടം കണ്ട നമ്മളതൊന്നും കണ്ടില്ല. അതാണ് തമാശ. സോ നമുക്ക് ദുരന്തർ ദ റിവെഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ട് അത് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ദുരന്തർ ദ റിവെഞ്ചും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ലെങ്ത് ഉണ്ട്, 4 മണിക്കൂറിനടുത്തുണ്ട്, 3 മണിക്കൂർ 50 മിനിറ്റോളം ഉണ്ട്. ആ ലെങ്ത് എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ഥലത്ത് എനിക്കൊരു ലാഗ് എന്നല്ല ഞാൻ പറയുന്നത്, ഇത് തീരുന്നില്ലേ എന്ന് തോന്നിയ ഒരു മൊമെൻ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ സിനിമ എൻജോയ് ചെയ്തു. എനിക്ക് ഈ ടൈപ്പ് പടങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്തു. ബട്ട് എന്നാലും എനിക്ക് ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഞാൻ സ്റ്റാർട്ട് ടു എൻഡ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടവിടാണ്. എനിക്ക് അതിനകത്ത് അത്രയും അത് 3.5 മണിക്കൂറുണ്ടായിരുന്നു. അതെനിക്ക് ആ ഫീൽ തോന്നിയിട്ടില്ല.
പക്ഷേ സെക്കൻഡ് പാർട്ടിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് പിന്നെ ഞാൻ എൻഗേജ് ആയിട്ടിരുന്നു. സെക്കൻഡ് ഹാഫിൽ എത്തിയൊരു പോയിന്റിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ചധികം സമയം ഇങ്ങനെ ഇത് എപ്പോഴാണ് തീരുന്നത് എന്നുള്ളൊരു ലൈനിലേക്ക് പോയി. എനിക്ക് ഫസ്റ്റ് പാർട്ട് തന്നെ ലെങ്ത് ഞാൻ എൻജോയ് ചെയ്തെങ്കിലും ലെങ്ത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതിനകത്തും ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം കഴിയുമ്പോൾ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ആക്ഷനിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ടൊരു ലെങ്തി ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ ഞാൻ എനിക്കിത് ലെങ്ത് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിനകത്ത് അത് കുറച്ചധികം ഉണ്ടല്ലോ, അതായത് ആക്ഷന് കുറെ കൂടെ സ്കോപ്പുള്ള സിനിമയാണ്. ആക്ഷൻ ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ അങ്ങനല്ല, ഇപ്പൊ ചേസ് ഉണ്ടാവും, ഒരു ആക്ഷൻ മൂഡാണ് മൊത്തം. അല്ല, ഈ ഡ്രാമ കുറച്ച് മൊണ്ടാഷിൽ വർ തീർക്കും, ഡ്രാമ ഇല്ല, പകരം ഈ കംപ്ലീറ്റ്ലി അതെ ഈ സെറ്റപ്പ് കുറച്ചധികം കഴിഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ. അതുകൊണ്ട് തന്നെ കുറച്ചധികം പേ ഓഫുകളാണ് ഇതിനകത്ത് ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ 4 hour നല്ല രീതിയിൽ ഫീൽ ചെയ്തു. പക്ഷെ അങ്ങനെ ബോറടിക്കുക വലിച്ചില്ലെന്നുള്ളതിൽ ഉപരി ഇത് കുറെ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇത്രയും വേണോ എന്നുള്ളൊരു. അതെ, നമുക്ക് ബോറടിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്, നമുക്കത് ആ ലെങ്ത് നമ്മൾ ഫീൽ ചെയ്തു, ഇത്രേ ഉള്ളൂ. സിനിമ ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് സീക്വൻസ് അല്ലേ, ആദ്യത്തെ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഗംഭീര സാധനമാണ്. ഒരു ഓർമ്മ വന്നു ആ ഒരു സീക്വൻസ്. എനിക്കത് കണ്ടിട്ട് ഞാനിങ്ങനെ മറ്റേ സാധനം ഇങ്ങനെ ചാർജായി, കണ്ടപ്പോൾ തന്നെ ചാർജായി എന്ന് പറയുന്ന പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പം എൻ്റെ മനസ്സിൽ ഗംഭീര പടമായിരിക്കും വരാൻ പോകുന്ന ഒരു ഭയങ്കര നല്ല തുടക്കമായിരുന്നു സിനിമയുടെ. അതായത് ഈ നമ്മുടെ രൺവീർ സിംഗിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്ന സീക്വൻസ് ആണ്, ഒരു ആക്ഷൻ സീക്വൻസ് ആണ് അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് അതൊരു ഇമോഷണൽ ഇമ്പാക്റ്റാണ്. അതൊരു ഇമോഷൻ ഉണ്ട് അതിനകത്ത്. ആ ഇമോഷൻ നമുക്ക് എന്താണ് എൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് കാണിക്കാതെ തന്നെ നമുക്ക് പുള്ളിയുടെ ഫേസിൽ നിന്ന് കൺവേ ആവും. എനിക്കൊന്ന് ഫസ്റ്റ് പാർട്ടിലും കുറെ പേർക്ക് മിസ്സായെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ രൺവീറിന് പ്രത്യേകിച്ചൊരു ഇമോഷണൽ ആർക്കില്ല. അത് കുറച്ചധികം നല്ല രീതിയിൽ ഇതിനകത്തുണ്ട്. അത് ഇത് ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് ഒരിക്കലും രൺവീറിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് കാണിച്ചിട്ടില്ല. ഇദ്ദേഹം ഒരാളോട് റിവെഞ്ച് എടുക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. എന്താണ് ആ റിവെഞ്ചിന്റെ ബാക്ക് സ്റ്റോറി എന്നുള്ളത് നമ്മളെ പിന്നീടാണ് കാണിക്കുന്നത്. ആ സീൻ നടക്കുമ്പം പുള്ളിയുടെ ഫേസിൽ ഭയങ്കര ദേഷ്യവും, പുള്ളി പെങ്ങളെ ചോദിക്കുക, സ്പോയിലറിലേക്ക് എത്തിയില്ല നമ്മൾ ജസ്റ്റ് അത് ഇത് റാൻഡായിട്ട് പറയില്ല. അപ്പോൾ അത്രയും ഇമ്പാക്ട് പുള്ളിയുടെ ഫേസിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ക്യാരക്ടറിനോടൊപ്പം ഇന്നായി. എനിക്കും പേഴ്സണലി ഫസ്റ്റ് പാർട്ടിനേക്കാൾ രൺവീറിനെ കുറെ കൂടി ഇഷ്ടപ്പെട്ടത് ഈ പടത്തിലാണ്. രൺവീറിന് ആക്ച്വലി കുറച്ചുകൂടെ നല്ല രീതിയിൽ വേരിയേഷൻ എല്ലാം ഉള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ആക്ച്വലി അക്ഷയ് ഖാനെ കുറച്ച് പുള്ളി ഓവർ പവർ ചെയ്യില്ല. അതായത് പിന്നെ ജസ്പ്രീത് ആ ചെറുപ്പകാലം ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഫേസിൽ എന്തോ ഉണ്ട്, പുള്ളിയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എപ്പോഴും തോന്നുന്നു. അതായത് ആ പുള്ളിയുടെ പെയിൻ പുള്ളിയുടെ ഫേസിൽ കാണാമെന്നുള്ള സംഭവമുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അധികം ഇച്ചിരി എല്ലാവർക്കും തോന്നാത്തൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതില്ലേ നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ സാധനം വെച്ചിട്ട് തുടങ്ങുന്നു. അത് ഭയങ്കര ഇമോഷണലുമാണ്. ഒരു ഗംഭീര സീക്വൻസ് കഴിഞ്ഞിട്ട് പിന്നെ പടം കുറച്ചധികം വേറെ ലൈനിലോട്ട് പോകല്ലോ. അത് അതേപോലെയാണ് ഇത്. അതായത് തുടക്കം സീക്വൻസ് ഭയങ്കര ഇമോഷണലി, ഇതിനകത്ത് നേരെ തിരിച്ചാണ്. പടം ഫുള്ള് പൊളിറ്റിക്കലാണെങ്കിലും ഇനീഷ്യൽ സീക്വൻസ് വളരെ പേഴ്സണൽ ഒരു സീക്വൻസ് കാണിച്ചിട്ടാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാന്ന് തോന്നുന്നു പടത്തിന്റെ പീക്ക് പോയിന്റ് ആ സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് 15 to 20 മിനിറ്റ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ആക്ഷൻ കൊറിയോഗ്രഫിയിൽ ഇന്ത്യയിലെ ഇന്ന് ഉള്ള വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളുകളിലൊന്നാണ് ആദിത്യ ധാർ. അതായത് കാരണം നമ്മൾ കാണുമ്പോൾ മറ്റേ ഭയങ്കര റോ ആയിട്ട്, അതേപോലെ തന്നെ ആ ഒരു വലിയ വീടിനുള്ളിൽ കയറി ആ സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്ത് ആ ഫുൾ ആക്ഷൻ സീക്വൻസ്. നമ്മളൊന്ന് ഈ ആക്ഷനെ കുറിച്ച് ജൈവികമായിട്ട് ചെയ്തൊരു ഇതിനകത്ത് നമുക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ പറഞ്ഞായിരുന്നു. ഈ സ്റ്റെൽത്ത് മോഡിൽ ഒരു സീക്വൻസ് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പം അങ്ങനൊരു സീക്വൻസ് വേണമെന്ന് തോന്നിയിരുന്നു. അതൊരു ഓൾമോസ്റ്റ് അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇതിനകത്ത് വന്നത്. ഭയങ്കര രസമായിട്ടാണ്. ഒരുപാട് ലെയറിലൊക്കെ യൂസ് ചെയ്ത് ഒരു വീട് 3 നില ഉണ്ടെങ്കിൽ 3 നില കയറി ഇറങ്ങുന്നത്. അതെ. കാരണം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഓരോരുത്തർ വരുന്നു ഇടിച്ചു അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഒരാൾ കയറി ഇറങ്ങി ഓരോരുത്തരും ആൾക്കാരെ കവറേജും ക്യാമറയും എല്ലാം അത് ഭയങ്കര രസമായിട്ട് അത് കവർ ചെയ്തേക്കുന്നത്. അതിനകത്താണ് ആ ട്രെയിലറിലുള്ള ഒരു ഭയങ്കര ഷോട്ട് ഉണ്ട്. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ചക്രം ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര കൈഡിയാണ്. അത് ഭയങ്കര പീക്ക് സാധനമാണ്. നമ്മുടെ വിഷ്വലായിട്ടും നമ്മൾ ആ സമയത്ത് നമ്മുടെ ഫീലിംഗ് ആയിട്ടും ഭയങ്കര രസമുള്ള സംഭവമാണ്. സോ നമുക്ക് പടത്തെ പറ്റി നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഓവറുള്ള ഐഡിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കപ്പം ഇനി നമ്മൾ സ്പോയിലർ എനിക്ക് നമ്മൾ ഈ പടത്തിലേക്ക് കിടക്കുന്നതിന് ഫസ്റ്റ് പടത്തില് വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോയ കുറച്ച് പ്രൊപ്പഗാൻഡ നമ്മൾ വിളിക്കുന്ന ആ സംഗതി, അതായത് ഇതിന്റെ ഡയറക്ടറിന്റെ പൊളിറ്റിക്കൽ ലീനിങ്സിനെ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്.
ഇതിനകത്ത് അത്ര സട്ടിലല്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് ഇതാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് തുറന്നു കാണിക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും വലിയൊരു ശതമാനം ഓഡിയൻസും ഈ പടത്തിന്റെ 2 സൈഡിലേക്ക് വീഴാൻ പോകുന്നത്. അതായത് പടം ഇഷ്ടപ്പെട്ടു, അപ്പം നീ അത് കണ്ടില്ലേടാ എന്ന് ചോദിക്കാം. പക്ഷെ അതുള്ളത് കൊണ്ട് എനിക്ക് പടം എത്ര നന്നായാലും ഞാൻ ഈ സിനിമയെ അംഗീകരിക്കത്തില്ല. കാരണം ഈ പറഞ്ഞു വെക്കുന്ന ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ എന്താ പറയാ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് എത്രത്തോളം സിനിമയിൽ വരുന്നതിനെ അവർ അംഗീകരിക്കുന്ന അനുസരിച്ചിട്ട് ഈ സിനിമയ്ക്ക് ഓഡിയൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ പലരുടെ റിവ്യൂവിൽ എസ്പെഷ്യലി ഈ പൊളിറ്റിക്കൽ എലമെൻറ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്ത പലരുടെ റിവ്യൂവിൻ്റെ താഴത്തെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ആ കമൻറ്റിൽ എമ്പുരാനെ നിങ്ങൾ നല്ല പടമാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഇത് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? അതായത് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ ആര് ചെയ്താലും അത് പ്രൊപ്പഗണ്ടയാണ്. അതായത് ഏത് പാർട്ടികൾ എന്താണ് നമ്മൾ പുറത്ത് മുമ്പോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇപ്പം നമ്മൾ ഇവർ ചെയ്യുന്നതുകൊണ്ട് ഇവരെ കുറ്റം പറയുന്നു, അവർ ചെയ്യുന്നവരെ കുറ്റം പറയുന്നതല്ല. നമ്മൾ ബേസിക്കലി സിനിമ കാണാൻ വരുമ്പോൾ നമുക്ക് സിനിമ കാണുക എന്നുള്ളതാണ്. സിനിമയ്ക്കുള്ളിലൂടെ ഈ പ്രൊപ്പഗണ്ട ഒളിച്ചു കടത്തിയാൽ നമുക്കത് വലിയ പ്രശ്നമില്ല. കാര്യം നമ്മളത് ആ പ്രൊപ്പഗണ്ടയെ തള്ളി മാറ്റിയിട്ട് നമ്മൾ സിനിമ ആസ്വദിക്കാൻ പറ്റും. പക്ഷേ സിനിമയ്ക്ക് മേളിൽ ഈ പ്രൊപ്പഗണ്ട വന്ന് വീഴുമ്പോഴാണ് ആ സിനിമയുടെ ആസ്വാദനം നമുക്ക് കുറച്ചൊന്ന് ആ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അത് പീക്ക് സിനിമ എന്ന് തോന്നാം. അതല്ലാത്തവർക്ക് ഇതെനിക്ക് ഈ എലമെന്റ് എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ അതിൻ്റെ അടിയിലുള്ള സിനിമ കണ്ടോളാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി അതെ മുമ്പോട്ട് പോകുമ്പോൾ അത് പടത്തിൽ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ സിനിമ കണ്ടിട്ട്, കാരണം സിനിമയിൽ ഒരുപാട് സസ്പെൻസസ് ഉണ്ട്, ഒരുപാട് റിവീലുകളുണ്ട്, സർപ്രൈസുകളുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് ബാക്കി ഡിസ്കഷൻ വീഡിയോ കാണുക. നമ്മളിനി പറയുന്നതിനകത്ത് ഈ സസ്പെൻസും ഇതെല്ലാം ചിലപ്പോൾ വന്നു പോകാം. അതുകൊണ്ട് പടം കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. ഓക്കെ, പറയൂ. സ്പോയിലേഴ്സ് ഉള്ള ഡിസ്കഷനിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ, നല്ല മൈക്കിങ് വീഡിയോ. ഇല്ലില്ല, ആദ്യം തന്നെ പറഞ്ഞ് മാറ്റാം എന്നുള്ളത് ഇതിൻ്റെ പൊളിറ്റിക്സ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അത് കണ്ടപ്പോഴേ പറഞ്ഞു, ഈ പറയുന്ന നോട്ട് നിരോധനത്തിലേക്കുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പാർട്ടിനകത്ത്. അപ്പോൾ നമ്മൾ അറിയാം, ഓക്കെ ഈ 2014 ആകുമ്പോഴത്തേക്കും 15 കണ്ടായിരുന്നു നോട്ട് നിരോധനം. ഈ സാധനം വരും, പക്ഷെ അതെങ്ങനെ പടം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് സട്ടിലായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒട്ടും സട്ടിലല്ലാത്ത രീതിയിൽ ഈ നോട്ട് നിരോധനം നടന്നപ്പോഴേ കേട്ടൊരു നറേറ്റീവ് ഉണ്ട്. ഇങ്ങനെ ഇത് തന്നെ ഇവിടുന്നൊരു ഇത്ര കോടി രൂപയുടെ വരവ് തടയാൻ വേണ്ടിയിട്ട് ചെയ്തത് ഓപ്പറേഷൻ ഗ്രീൻ ലീഫ്. കള്ളപ്പണവും വ്യാജ നോട്ടുകളും പിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. അതിനൊരു സിനിമാറ്റിക് ഫോർമാറ്റ് കിട്ടി. ഇപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സംഭവിച്ചെന്നുള്ളൊരു ഡോക്യു ഫിലിം ഫോർമാറ്റിൽ ഇവർ പ്രസൻറ്റ് ചെയ്യുവാണ്. അതെ, അതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തൊരു മീം കണ്ടു, മറ്റേ കമ്മാര സംഭവത്തിൽ ദിലീപ് ആക്ച്വലി ഇങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് കമ്മാര സംഭവത്തിലെ പടം ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രായമായ ദിലീപ് ഇങ്ങനെ തിയേറ്ററിൽ കാണുമല്ലോ, ഇത് അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഇതൊക്കെയാണോ സംഭവിച്ചത് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ആ ഒരു മീം ഞാനിന്ന് കണ്ടു, ഈ ദുരന്തറിൻ്റെ ഇത് വെച്ചിട്ടുള്ള. അപ്പോൾ അതാണ് നമ്മൾ ആ പൊളിറ്റിക്സ്, അല്ലേ, ആ പൊളിറ്റിക്കൽ എലമെൻറ്റിനെ പിന്നെ നമുക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യം പറയാമല്ലോ, എനിക്ക് പേഴ്സണലി ഓവർലി പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് സാധാരണ കാര്യങ്ങളിൽ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ പറയുന്ന നല്ല പാർട്ടി കക്ഷി രാഷ്ട്രീയം അല്ലേ, ആ ലൈനിൽ ഒരുപാട് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി നോക്കുകയോ ഒന്നും ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടന്നത്, അതായത് ഇത് കള്ളത്തരമാണോ പ്രൊപ്പഗാൻഡയാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതൊന്നും പറയണം, രണ്ട് സൈഡും എനിക്കറിയില്ല. ബട്ട് ഇത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു വശത്തിൻ്റെ ചായവുള്ള നറേറ്റീവാണ് മനസ്സിലാവും. ആ മനസ്സിലാക്കാനുള്ള ബോധമുള്ളത് കൊണ്ട് ഓക്കെ, അത് ഓക്കെ, നീ അങ്ങോട്ട് ചരിഞ്ഞെന്ന് സംസാരിച്ചു. ആ വശത്തേക്കാണ് നിങ്ങൾക്ക് ചായവെങ്കിൽ നിങ്ങൾക്കിത് കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ പറഞ്ഞല്ലേ അതെ എന്ന് തോന്നാം. അതെ, അതല്ലാത്തവർക്ക് അങ്ങനെ തോന്നാം. അപ്പം അത് ആ തോന്നലനുസരിച്ച് സിനിമയുടെ ആസ്വാദനത്തെ അത് ബാധിക്കും. ബട്ട് എന്നെ സംബന്ധിച്ച് ആ പോർഷൻസ് എന്താ പറയുക, ഒരു പരിധിക്ക് മേലെ സ്ക്രീൻ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാത്തത് കൊണ്ട് വല്ലാണ്ട് എന്നെ മുഷിപ്പിച്ചില്ല. എന്നാലും അതിങ്ങനെ വരുമ്പോൾ ഓക്കെ, ശരിക്കും നമ്മുടെ ഈ കേരള സ്റ്റോറിയൊക്കെ ചെയ്യുന്ന ഡയറക്ടർ കണ്ടുപിടിക്കണം.
നിങ്ങൾ പ്രൊപ്പഗണ്ട പറയൂ. ഇങ്ങനെയാടാ ജനങ്ങളെ പറ്റിക്കേണ്ടതെന്ന്. അതെ അതെ, നിങ്ങൾ പ്രൊപ്പഗണ്ട സിനിമ എടുക്കുക. അതെ, പക്ഷേ പ്രൊപ്പഗണ്ട സിനിമ എടുക്കാതെ സിനിമയ്ക്കകത്ത് നിങ്ങളുടെ പ്രൊപ്പഗണ്ട കൊണ്ടിട്, കുഴപ്പമില്ല. അത് എടുക്കേണ്ടവർ എടുക്കുകയും തട്ടിക്കളയേണ്ടവർ തട്ടിക്കളയുകയും ചെയ്യും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. എന്നെ സംബന്ധിച്ചത് ഇത് കണ്ടിട്ട് ഓഹോ അപ്പോൾ ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ഞങ്ങളോട് പൊറുക്കണം മോദിജി, ആ ലൈനിലേക്ക് പോരുത്. അതായത് അങ്ങനെ പോകുന്ന ആൾക്കാർ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. കഞ്ഞി കുടിക്കുന്ന, അതായത് നമ്മുടെ നാട്ടിലെ ചോറ് തന്നെ തിന്നുന്ന ആൾക്കാരാണെങ്കിൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല, ഇപ്പം നമ്മുടെ കേരളത്തിലെ സിനിമകളിൽ കുറച്ചധികം ഉള്ളത് ഇടതുപക്ഷ പ്രൊപ്പഗാൻഡയാണ്. അതായത് ഇടതുപക്ഷ ആ പാർട്ടിയും അതിൻ്റെ ചില നടത്തിപ്പുകളും സിനിമകളിൽ വളരെ കോമൺ ആണ്. അത് നമുക്കതൊരു ആ ലൈനാണെന്ന് തോന്നുന്നു. BJPക്ക് നോർത്തിൽ. അതെ, ഇത് നമ്മൾ നോർത്തിൽ വരുന്ന എല്ലാ പടം കണ്ടാലും ആ പടത്തിൽ നമുക്കിത് വേറിട്ടൊരു അത് ഇങ്ങനെ മുഴച്ചു നിൽക്കും. പക്ഷെ നമുക്കൊരു ഇടതുപക്ഷ ഇപ്പോൾ ഒരു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ നമുക്കിങ്ങനെ ഒരുപാട് മുഴച്ചു നിൽക്കത്തില്ല. കാരണം നമ്മുടെ കൾച്ചറിൽ അത് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതെ, നമ്മൾ ഇഷ്ടംപോലെ പടത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഓക്കെയാണ്. അതെ, പുറത്തുനിന്ന് ഇപ്പൊ ദുരന്തറാന്ന് തോന്നുന്നു ഏറ്റവും സക്സസ്ഫുള്ളി ഇത് ഈ ഒരു ക്രോസ് ചെയ്ത് പ്രൊപ്പഗാൻഡ പടം എങ്ങനെ നീറ്റായിട്ട് ഇറക്കാം. അതെ, ഒരു പ്രോപ്പർ ഒരു മസാല ആക്ഷൻ പടം അല്ലെങ്കിൽ അങ്ങനെ ഒരു പടത്തിനകത്ത് എങ്ങനെ ഏതൊക്കെ എലമെന്റ് ചേർത്താൽ ഇത് ഒഴുകി അങ്ങ് പൊക്കോളും എന്നുള്ള സംഭവം. അതായത് ഇപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് എല്ലാവർക്കും. അതായത് സിനിമ ചെയ്യുന്ന എല്ലാവർക്കും ഓരോ നറേറ്റീവ്സ് ഉണ്ട്, ഓരോ ഇഷ്ടങ്ങളുണ്ട്. എന്തിനു വേണ്ടി ഞാൻ ഈ സിനിമ എടുക്കണം എന്നൊരു ചോദ്യം അവരൊക്കെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. ഞാൻ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സിനിമ എടുക്കുന്നത്. ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ശ്രമിക്കും, എൻ്റെ കാഴ്ചപ്പാടുകൾ പറയാൻ ശ്രമിക്കും എന്നുള്ള എല്ലാം ഒരു ഡയറക്ടറുടെ തീരുമാനമാണ്. പണ്ടൊരു മൈക്കെടുത്തൊരു കവലയിൽ ചെന്ന് നിന്നാൽ കുറച്ച് ആൾ കൂടുമല്ലോ, മാക്സിമം ആളെ കിട്ടാൻ കവലയിൽ പോയി മൈക്കെടുത്ത് നിൽക്കുക എന്നുള്ളൊരു സംഭവത്തിന് പകരമാണ് ഇപ്പം മാസ് മസാല പടത്തിൽ ഒരു കറുത്ത് എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ സിനിമകളെല്ലാം ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട്. ഇത് മെസ്സേജ് പൊതുവെ മോറൽ സ്ട്രക്ചറിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ഇരിക്കണം, അമ്മമാരോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾക്കൊപ്പം ഇത് രാഷ്ട്രീയപരമായി. അതെ, ഇപ്പം നമ്മളിത് അങ്ങനെ സിനിമയിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് കാണുന്ന ഓഡിയൻസാണ് ഞാനിത് എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം. അതെ, കുറേയൊക്കെ. അതെ, സിനിമ കണ്ടിട്ട് ഞാൻ ആ സിനിമയിൽ കാണിച്ച പൊളിറ്റിക്സ് കണ്ടിട്ട് ആ പൊളിറ്റിക്കൽ വ്യൂ കണ്ടിട്ട് എൻ്റെ ഇതിൽ ഞാൻ വിശ്വസിച്ച തെറ്റാണെന്നും അതാണ് ശരിയെന്നും വിശ്വസിച്ച് മാറുന്നിടത്താണ് ചിലപ്പോൾ ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അല്ലാതെ സിനിമ എടുക്കുന്നതിനകത്ത് പിന്നെ ഈ സിനിമയുടെ സ്വീകാര്യതയാണ് കുറച്ചൊരു പ്രശ്നം. ഇത്രയും വൈഡ്ലി ഇപ്പം വിദേശത്തുള്ള ഒരാൾ ഇരിക്കുന്ന ഒരാളാണ്, നമ്മളല്ല, ഇന്ത്യക്കാരൊന്നും അല്ല. അവർ കണ്ടിട്ട് ഇതിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയിൽ ഇങ്ങനെയാണോ നടക്കുന്നതിനെ കുറിച്ചൊരു സംഭവം വിഷയം. ഇപ്പം നമ്മളിപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ആക്ച്വലി അവരാണ് അവർക്ക് ആ സീനിലുണ്ടല്ലോ ഒരു സീൻ പറയുന്നുണ്ട്, അച്ഛനും മോനുമായിട്ടുള്ള സീൻ, നിന്റെ പാർട്ടി അല്ലല്ലോ ഇപ്രാവശ്യം ജയിച്ചത് എന്നുള്ളൊരു ഡയലോഗ് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടല്ലോ പറയുന്നുണ്ട്. രണ്ട് മേജർ പാർട്ടികളെ മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അതാരെ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒന്ന് കോൺഗ്രസും ഒന്ന് BJP ആണ്. അപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കഥ നടക്കുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റിനെ അവിടെ പാകിസ്ഥാനിലിരിക്കുന്ന പടത്തിലെ മെയിൻ വില്ലനായ മേജർ ഇക്ബാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, നിന്റെ പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞല്ലോ, അവർ ജയിച്ചില്ലല്ലോ, ഇവരാണല്ലോ ജയിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാബറി മസ്ജിദിൻ്റെ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു ഡിസ്പ്യൂട്ട് നടന്ന സമയത്ത് ആ കേസ് വിധി വന്ന സമയത്ത് ഇത് എല്ലാം ഉണ്ട്. ആ സീക്വൻസ് കാണുമ്പോൾ പാകിസ്ഥാനിലൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് നെഞ്ചുവേദന വരുന്ന എന്ന് പറയുന്ന സീൻ വരെ പടത്തിൽ വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ സിനിമയിൽ ഹുക്ഡായിരുന്നിടത്തുനിന്ന് എനിക്ക് സിനിമയിൽ നിന്ന് ഡിറ്റാച്ച് ആയ എലമെൻറ്റുകൾ ഇതായിരുന്നു. ഞാൻ ഈ പോയിന്റിലേക്ക് സിമിലർ എലമെന്റ്സ് ഫസ്റ്റ് പടത്തിലും ഉണ്ട്. അത് ഞാൻ ഒരുപാട് ആസ്വദിച്ചൊരു സംഗതി. ഇപ്പം റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് സിനിമാറ്റിക് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അത് കുറച്ച് ലൂസായി. അതായത് റൈറ്റിംഗ് കുറച്ച് ലൂസാണ്, കുറച്ച് എക്സ്പോസിഷൻ കുറച്ച് കൂടുതൽ കുറച്ച് അധികം ഉണ്ട്. അത് മാത്രമല്ല, ഈ 2014 ശേഷം വില്ലന്മാർ വല്ലാണ്ട് വീക്കായി പോയി. അപ്പൊ അത് നമുക്ക് ഒരു ഓപ്പോസിഷൻ ഉള്ളപ്പോഴല്ലേ സിനിമ എന്ന ബേസിൽ നമ്മൾ അപ്പം നിനക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ ജയിക്കണമല്ല അങ്ങനെ ചോദിക്കരുത്. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന ഒരു സിനിമ എന്ന നിലയിൽ ഒരു വില്ലൻ ഉണ്ടാവണം. അതായത് ഫസ്റ്റ് പാർട്ടിൽ അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ
ഭയങ്കര പവർഫുള്ളാണ്. അതായത് ഇവിടെ നമ്മുടെ നായകനേക്കാൾ പവർഫുള്ളാണ്. ആ ക്യാരക്ടർ നായകൻ വിജയിക്കുന്നിടത്താണ് നമുക്കത് ഹൈ. ഞാൻ തെക്കേടുത്ത് റഹ്മാനെ മിസ് ചെയ്തു. അതെ അതെ, ശരിക്കും നമുക്ക് അതേപോലൊരു ആൻറ്റഗോണിസ്റ്റ് ഈ പടത്തിൽ ഇല്ലാത്തത് ഈ സിനിമയ്ക്കൊരു കുറച്ച് ഡ്രോബാക്ക് എടുത്തു. കാരണം ഇവിടെ നമ്മുടെ ഈ ക്യാരക്ടറിനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ നായകൻ പവർഫുൾ ആവുകയാണ്. ആ പവർഫുൾ ആകുന്ന സമയത്ത് അദ്ദേഹമാണ് സുപ്രീം പവറായി മാറുക. അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് അത് നിൽക്കാൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളില്ലാത്ത അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര വീക്കായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ നായകൻ വില്ലനെ ഇടിച്ച് ജയിക്കണമെങ്കിൽ വില്ലൻ നായകനേക്കാൾ പവർഫുൾ ആവണം. എന്നാലേ ആ ജയത്തിൽ നമുക്കൊരു ഗുമ്മ് കിട്ടും. ഇത് ചത്ത് കിടക്കുന്നതിനെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നതിനകത്ത് ഒരു ഗുമ്മില്ലാത്ത പോലെ. പിന്നെ നായകൻ്റെ ആക്ടിവിറ്റീസ് ചിലപ്പം ഇപ്പോൾ രൺവീർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇതുപോലെ സ്പൈസിൻ്റെ സ്റ്റോറീസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്പൈസ് ചെയ്ത ഇൻസിഡൻസിനെ ഇവരെല്ലാം കൂടെ ചേർത്ത് രൺവീറിൻ്റെ തലയ്ക്ക് വെക്കുവാണ്. അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രൺവീർ ഒരു ജയത്തിൽ നിന്ന് അടുത്ത ജയം എന്നുള്ളത് മൊണ്ടാഷ് സീക്വൻസുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക പടം. അതിനൊരു സ്റ്റൈലുണ്ട്. കുറേ പേർക്കെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റും. ഒരു മ്യൂസിക് വീഡിയോ ടു നെക്സ്റ്റ് മ്യൂസിക് വീഡിയോ എന്ന് പറയുന്ന പോലെ ഇഷ്ടംപോലെ സീക്വൻസുകൾ ഇങ്ങനെ പോകും. അതിന് നല്ല ലെങ്ത്തും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആക്ഷൻ സീനായാലും ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇവർ ഒരു പോയിന്റ് വരെ ഇച്ചിരി ഡ്രാമയായിട്ട് പോയിട്ട് ഒരു പോയിന്റ് നമുക്ക് അവൻ്റെ കംപ്ലീറ്റ്ലി അവരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് ഉണ്ട്. അവൻ്റെ ഓരോരുത്തരെയായിട്ട് കൊല്ലുന്നു. ആ സീക്വൻസ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സീക്വൻസ് ഇതിനകത്തില്ല. അതായത് ഓക്കെ, നമ്മൾ ആ ഓപ്പോസിഷനെ അവൻ്റെ അച്ഛനോ എന്തോ അല്ലേ, മറ്റേ ഡെക്കേറ്റിൻ്റെ അച്ഛൻ്റെ ആ ഗ്യാങ്ങിനെ ഫുള്ളി ഇല്ലാതാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അത് ഓരോരുത്തരെ കൊല്ലുന്നതിന് ഒരു രീതിയുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വിഷ്വൽ ഇമ്പാക്ട്. ഞാൻ പേഴ്സണലി അത്രയും ലെങ്ത്തിലേക്ക് വയലൻസിലേക്ക് പോകുന്നു പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഓരോ ഇത് നടക്കുമ്പോൾ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ അത്ര ഇമ്പാക്റ്റ് ഉള്ളൊരു സീക്വൻസ് ഈ ഫസ്റ്റ് ഇനീഷ്യലി പറഞ്ഞ ഈ 20 മിനിറ്റ്സിൻ്റെ ആ സീക്വൻസ് ആണ്. പിന്നെ എനിക്ക് വരുന്നത് ഫസ്റ്റ് ഹാഫിലാണെന്ന് ഓർക്കുന്നില്ല, ഇവൻ്റെ സുഹൃത്ത് തിരിച്ചു വരത്തില്ലേ, ഇന്റർവെല്ലാണ്. അപ്പൊ ആ മൊമെന്റിലാണ് പിന്നെ ഞാൻ ഇത് രസമുള്ള ഒരു ഡ്രമാറ്റിക് സംഭവം ആകാൻ ചാൻസ് ഉണ്ട്. അതുവരെ എനിക്കിങ്ങനെ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക ഗംഭീര ഒരു സീക്വൻസ് ഇല്ല. ഓക്കെ, ഇവൻ തിരിച്ച് ലിയാരിയിൽ കിങ് ആവും, പിന്നെ അതെ. അപ്പം ആ സീക്വൻസ് ത്രോണി ചെന്ന് ഇരിക്കുന്ന സാധനം എനിക്ക് കുറച്ച് ഞാൻ വിചാരിച്ച ഇന്റർവെൽ പോയിന്റ് ആയിരിക്കും. അതിനെ ഒരു ബിൽഡ് അങ്ങനെ പ്രോപ്പർ എന്നാണ് ഷെയറെ ബലൂച്ച് അങ്ങനെയാണ്. അതെ, ഷെയറെ ബലൂച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ വാക്കിന് എതിർക്കാൻ വേറൊരാളില്ല. അത്രയ്ക്ക് പവറുള്ളൊരു ടൈറ്റിലാണ്. അതെ, അത് വന്ന് ഫസ്റ്റ് അത് ആക്ച്വലി ഇതാണ് മറ്റേ പടത്തിന്റെ പോസ്റ്ററിലൊക്കെ ആദ്യം വന്ന പടമാണ്. പുള്ളി ഇങ്ങനെ ഇതിലിരുന്നോണ്ട് ഇങ്ങനെ മറ്റേ സിംഹത്തിനെ പോലെ. അതെ. അപ്പോൾ അത് ആ ഒരു സീക്വൻസ് ഞാൻ വിചാരിച്ചത് ഇന്റർവെൽ പോയിന്റ് ആയിരിക്കും. പക്ഷെ അത് ഒരു ചാപ്റ്ററിന് എൻഡിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ ഓപ്പൺ ചെയ്യുകയും ആ ചാപ്റ്ററിലാണ് ഈ പറഞ്ഞ പോലെ ആ ചാപ്റ്ററിന്റെ എൻഡിങ്ങിലാണ് ഇദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരൻ തിരിച്ചു വരികയും ഇന്റർവെൽ പോയിന്റിൽ ഈ കൂട്ടുകാരൻ ഇവനെ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് ഇന്റർവെൽ പോയിന്റ്. അത് ഭയങ്കര ക്വിക്കാണ്. യൂഷ്വലി ഇന്റർവെൽ പഞ്ച് കൊടുക്കുന്ന പോലെ ഭയങ്കര പെട്ടെന്ന് നമുക്കൊരു ഡയലോഗിൽ ആ ഷോട്ട് നിർത്താണ്. ഇവനത് റിവീൽ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു, തിരിയുന്നു, ഇന്റർവെൽ കട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ കറക്റ്റ് ആ സീൻ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാണ്. അപ്പോൾ ആ പോയിന്റ് മുതൽ എനിക്ക് ആക്ച്വലി ആ പോയിന്റ് മുതൽ നമുക്കറിയാം ഈ പോയിന്റ് മുതൽ ഈ കഥ ഈ ക്യാരക്ടറിനെ എല്ലാവരും ഡൗട്ട് അടിക്കാൻ തുടങ്ങും. ഈ ക്യാരക്ടറിൻ്റെ ഒരു ഭയങ്കര വീക്ക് പോയിന്റ്. പിന്നെ എനിക്ക് ആക്ച്വലി ആ പോയിന്റിൽ നിന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവൻ്റെ കയ്യിൽ പോയില്ലാത്ത പോലെ തോന്നി. ഇപ്പം ഇവൻ അവരുടെ മുമ്പിലേ ഇവനിപ്പോൾ ഇയാളെ വന്ന് കൊന്നിട്ട് വളരെ ഈസി ആയിട്ട് എൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്യുമല്ലടാ എന്ന് പറഞ്ഞ് മറ്റേ പഴയ സ്പൈയെ കൊന്നിട്ട് പുള്ളി ഭയങ്കര കൂടായിട്ട് നടന്നു പോകുമ്പോൾ ചുറ്റും നിങ്ങൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. എനിക്ക് അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ എനിക്ക് ആ പോയിന്റിൽ റൺവീറിൻ്റെ ഒരു ഇമോഷണൽ സ്റ്റേറ്റില്ലേ അതിൻ്റെ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവൻ മനസ്സിലായി, കാരണം അവന്റെ പെങ്ങളുടെ ഹസ്ബൻഡിനെയും കൊന്നു മറ്റേ അടുത്തയാളെ കൊല്ലേണ്ടി വരും മിക്കവാറും. അപ്പം അതിന്റെ ഇടയ്ക്ക് നിന്നിട്ടൊരു നമുക്കൊരു ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ആ പോയിന്റിലാണ് ആസ് എ സ്പൈ പുള്ളി കുറച്ച് വീക്കായി പോകുന്നത്. അങ്ങനെ എടുക്കാം, സ്റ്റോറി വൈസ് അതൊരു മോശം ബീറ്റായിട്ട് എടുക്കാം. ഞാനത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു ഇവനതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും. അതായത് ഇവന് കയ്യിൽ നിന്ന് പോയി ഇത് കയ്യിൽ നിന്ന് പോയി സംഭവം. പക്ഷേ അവിടെ നിന്നാണ് സിനിമയുടെ ബാക്കിയെടുത്ത അങ്ങനെ തന്നെ പറയാം, എല്ലാവരും ഡൗട്ട് അടിച്ച് തുടങ്ങും. അതുപോലെ തന്നെ എനിക്ക് സഞ്ജയദത്തിന്റെ ക്യാരക്ടറിന്റെ എൻഡിങ് ഉണ്ടല്ലോ, ആ പോയിന്റ് വളരെ നേരത്തെ അതുപോലെ തോന്നിപ്പോയി എനിക്ക് ഫസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ തന്നെ സഞ്ജയദത്തിന്റെ റൈറ്റിംഗ് ത്രൂ ഔട്ട് ഈ പടത്തിൽ പ്രത്യേകിച്ച് അങ്ങ് കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തായിരുന്നു. സഞ്ജയത്തിനെ അധികം ഇല്ലായിരുന്നു. മാത്രമല്ല അത് പിന്നെ പുള്ളി ഇങ്ങനെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സീനും ഇല്ലല്ലോ പുള്ളി എല്ലാ മീറ്റിങ്ങിലും ഉണ്ട്. പുള്ളി നേരത്തെ
പഞ്ച് ഡയലോഗ് ആഫ്റ്റർ പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ആക്ച്വലി പുള്ളിയുടെ എൻഡിങ് നേരത്തെ ആയപ്പോൾ കാരണം വെച്ചാൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നില്ലേ, കുറച്ചുകൂടെ ടൈറ്റ് ആക്കാൻ പറ്റും. ടുവേർഡ്സ് എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടൈറ്റ് ആവും. ഇത് ഡയറക്ട്ലി മേജർ ഇക്ബലായിട്ട് അഭിനയിച്ച നമ്മുടെ അർജുൻ രാംപാലിന്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ഇവനെ ഒപ്പോസ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് അത് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വീക്കായിട്ട് വില്ലന്മാരെല്ലാം കുറച്ച് വൺ ഡൈമെൻഷനിലേക്ക് ചുരുങ്ങി. അതായത് ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ വില്ലന്റെ പേര് നമ്മുടെ റഹ്മാൻ ഡെക്കോയിട്ടിന് ഈ പറയുന്ന പോലെ കുറച്ചൊരു ഡിമെൻഷൻ ഉണ്ട്. പുള്ളിക്ക് ഒരു കുടുംബമുണ്ട്. അത് വൈഫൊന്ന് അടിക്കുമ്പോഴും നമ്മൾ സാധാരണ കണ്ടുള്ളത് വൈഫിനെ തിരിച്ചടിക്കുകയോ ആ സാധനമാണ്. അതല്ലാതെ പുള്ളിക്ക് മൾട്ടിപ്പിൾ ഡിമെൻഷൻ, അതായത് ഒരു ഇമോഷണൽ ഉള്ള ആളെ പോലെയാണ്. മറ്റേ ബാക്കിയുള്ള വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും, എനിക്ക് ഇന്ത്യയിൽ മരിക്കണം, അതെ എനിക്ക് ഇന്ത്യ നശിപ്പിക്കണം, ഇതൊരൊറ്റ ലൈനിലാണ് അവരെ 5 പേരെ അങ്ങോട്ട് അയക്കി. ഇത്രയേ ഉള്ളൂ അവരുടെ പ്ലാനിങ്. ആ വില്ലനെ നമുക്ക് ഒരിക്കലും ആ വില്ലന് വേറെ ഒരു ഇമോഷണൽ സൈഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ വില്ലൻ ഒരുമാതിരി സ്ഥിരം ഒരു ജനറിക് വില്ലനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് സംഭവം. ഈ റഹ്മാൻ ഡെക്കൈറ്റ് ഒരു തെക്കെടുത്ത് റഹ്മാൻ അതാണ് എളുപ്പം. പുള്ളിക്ക് ഈ പറയുന്ന ഒരു ജനറിക് വില്ലൻ ആണെങ്കിൽ പോലും പുള്ളിയുടെ ഓറയും കൂടെ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര പ്രസന്റ് ചെയ്യുന്നിടത്തും ഒരു ഇതുണ്ട്. ആസ് ആൻ ആക്ടർ എന്ന രീതിയിലും പുള്ളി അതിനെ പ്രസന്റ്. ഇവിടെ അർജുൻ രാംപാലിനും സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവാണ്. പുള്ളിയുടെ സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ ആക്ടിങ് കൊണ്ട് കുറച്ച് കവർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ അവൻ ഒരു ഗംഭീര വില്ലനാണല്ലോ ഈ വില്ലനെ എങ്ങനെ തോന്നില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നുന്നില്ല. അതാണ് ഒരു വലിയ ഡ്രോബാക്ക് ഈ പടത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കരമായിട്ട് മറ്റേ പുള്ളിയെ മിസ് ചെയ്തു. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കൗണ്ടർ ഫിഗറിനെ മിസ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി പടത്തിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഭയങ്കര വാവ് മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. അതായത് ഈ സിനിമയിൽ ഇവർ ആദ്യം ഒരു ഫസ്റ്റ് പാർട്ടി തന്നെ ബഡേ സാഹബ് എന്ന് പറഞ്ഞിട്ട് കേരളവർ പറയുന്നുണ്ട്. ആരാണ് ഈ ബഡേ സാഹബ് എന്നുള്ള റിവീല്, ആ റിവീല് ഞാൻ എന്നൊരു സംഭവം എനിക്ക് തോന്നിയത്. അത് ശരിക്കും ഞാൻ ആക്ച്വലി ആ സാധനത്തെ പറ്റി റെഡിലൊക്കെ ഇങ്ങനെ ഡിസ്കഷനിൽ ഇവർ പലരും പറഞ്ഞു കേട്ടായിരുന്നു. വായിച്ചിട്ടില്ല. അതായത് ചിലർ പറഞ്ഞ ഇത് ഞാൻ കേട്ടിരുന്നു. ഇങ്ങനെ ദാവൂദ് ഇബ്രാഹിമാണ് ഇവർ ഈ പറഞ്ഞ ബഡേ സാഹബ് എന്നുള്ളൊരു തിയറി ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം നമ്മളത് ജസ്റ്റ് കേട്ടാൻ കിട്ടല്ലോ. പിന്നെ ഈ പടത്തിൽ ഇത് പ്രസന്റ് ചെയ്യുന്ന രീതി ഒറിജിനൽ ഇമേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഒറിജിനൽ പുള്ളിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ മാത്രം, ബാക്കി ആക്ച്വലി കാണിക്കുമ്പോഴും വേറെ ഒരാളാണ്. ബട്ട് അത് ആ തീരുമാനം ഉണ്ടല്ലോ, അതായത് ഞാൻ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ ഈ പടത്തിൽ കൊണ്ടുവന്നു, ഇദ്ദേഹം വില്ലന്മാരുടെ ബഡേ സാഹബായിട്ട് പുള്ളിയെ പ്ലേസ് ചെയ്യാന്നുള്ള ആ തോട്ടൊക്കെ ബേസിക്കലി ഭയങ്കര അതും ഇതാ നമ്മൾ ഈ പറഞ്ഞ മറ്റേ എന്തായാലും പറയുന്നത് റിയൽ ലൈഫ് ഇവന്റ്സും ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫിക്ഷനിൽ. അപ്പം ആക്ച്വലി ദാവൂദ് ഇബ്രാഹിം പല പടങ്ങളിലും ബോളിവുഡിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ പുള്ളിയെ മറിച്ചുള്ള പ്രൊപ്പഗാൻഡ, പുള്ളിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന പടങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കിട്ട് അടിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത് ഇന്ത്യയിലല്ല, എല്ലാം അപ്പുറത്തിരുന്നുള്ള പ്ലാനിങ് മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. ബാക്കിയല്ല ഇവിടെ എല്ലാം നല്ല കാര്യങ്ങൾ. അതെ, അവിടെ ഇരുന്ന് ഇവർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇന്ത്യയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. അതെ, അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് ഇതുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ ഈ ഹിന്ദു വേഴ്സസ് മുസ്ലിം സംഭവം ഇതിനകത്തും ഉണ്ട്. ഒരു സീൻ കൊണ്ട് അത് കുറച്ച് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനും വൈഫായിട്ടുള്ള സീനില്ലേ, നിങ്ങളോടല്ല, രാജ്യത്തോടല്ല രാജ്യത്തുള്ള ടെററിസ്റ്റുകളോടാണ്. ഞങ്ങളുടെ രാജ്യത്തിനേക്കാൾ ദോഷം നിങ്ങളുടെ രാജ്യത്തിന് തന്നെയാണ് എന്നുള്ളൊരു. അതായത് ഈ ടെററിസ്റ്റുകളെ കൊണ്ട് ഏറ്റവും ദോഷം ഇന്ത്യക്കല്ല പാകിസ്ഥാന് തന്നെയാണ്. അതായത് അവര് ഒരു കണക്ക് പറയുന്നുണ്ട്, ഇത്ര ആൾക്കാർ ഇവിടെ മരിക്കുന്നുണ്ട് എന്നുള്ള കണക്ക്. പാകിസ്ഥാനിൽ ഇവർ കാരണം പാകിസ്ഥാനിൽ മാത്രം ഇത്ര ആൾക്കാർ മരിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു കണക്ക് നായകനോട് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കലി ബാലൻസിങ് ആക്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഒരു സീനിൽ ഒതുങ്ങിപ്പോയി. ബാക്കി പടം മുഴുവൻ വെക്കടാവെടിയാണ്. വെക്കടാവെടി നെഞ്ചത്തേക്ക് ഡയറക്റ്റ് വെക്കടാ. അതുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ മറ്റേ ഇംബാലൻസ് ആയിട്ട് തോന്നിയത് ഈ പടം ത്രൂ ഔട്ട് നായകൻ്റെ സൈഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈഡ് വെയിറ്റ് കൂടുന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്നല്ല, കുറച്ച് ഇംബാലൻസ്ഡ് ആണ് വില്ലൻ എന്ന നിലയിൽ. അപ്പുറത്തെ സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ നായകൻ ജയിക്കുമ്പോൾ ഭയങ്കര ഇതുണ്ടെന്ന് തോന്നുന്നത്. ഇവർ അപ്പർ ഹാൻഡ് ആർക്ക് വില്ലന്മാർക്കാണ്. അവിടുന്ന് നമ്മുടെ വില്ലന്മാർ വീക്കാവുകയും നായകൻ മേളിലെത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിൽ ഇവർ വീക്കാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നായകൻ ഓൾറെഡി ജയിച്ച് നിൽക്കുക, അല്ലെങ്കിൽ നായകൻ ഓൾറെഡി ഈ പറഞ്ഞ പോലെ അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇതില്ലേ, ഇപ്പം നായകൻ ഇവനെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംഭവം, നായകൻ ഈസായിട്ട് ജയിക്കും എന്നുള്ള സംഭവം നമുക്ക് ഓൾറെഡി കിട്ടി. അതാണ് ടെൻഷൻ ഇല്ല, നമുക്ക് ടെൻഷൻ ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലൈമാക്സ് ഓർമ്മ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ആ കാറിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ബിൽഡപ്പും
ആ കാർ നിർത്താൻ പുള്ളി പറയുന്നതും ആ കാരണത്തോളം അത് പുള്ളി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ അതേപോലത്തെ ഒരു മൊമെന്റ് ഈ പടത്തിൽ ഇല്ല എന്നുള്ള എനിക്ക് ലെങ്ത് കുറവാണ്, നമുക്ക് അത്രയും സീനില്ല. ഇത് 4 മണിക്കൂർ നമുക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇതിന്റെ ക്ലൈമാക്സിലും ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അത് അത്ര വരുന്നില്ല. അതായത് ഇരുന്നതിന് ശേഷം അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറെ കൂടെ ബെറ്റർ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതിനെങ്കിൽ ഈ ടെൻഷൻ. അതായത് ഈ അർജുൻ റാംപാൽ അറിഞ്ഞെന്നുള്ള സീനൊക്കെ നമ്മൾ കാണിച്ചില്ലേ, മറ്റേ പുള്ളി ഫോൺ വിളിച്ച് പറയുന്നത് അതൊക്കെ ഭയങ്കര വീക്കാണ്. അങ്ങനല്ല അത്രയും ഇന്റലിജന്റ് ഒരു വില്ലൻ അറിയണം. എല്ലാം ഭയങ്കര കൺവീനിയന്റ് ആയിട്ടാണ്. അതായത് നായികയുടെ വായിൽ നിന്ന് അവിടുത്തെ പട്ടാളക്കാർ അറിയുന്നു, അത് നേരെ അർജുൻ റാംപാലെ വിളിച്ച് പറയുന്നു, പുള്ളി അറിഞ്ഞു. അപ്പം നമുക്ക് ആ വിവരം പുള്ളി അറിഞ്ഞെന്നുള്ളത് നമ്മളെ അറിയിക്കാതെ ഈ ക്ലൈമാക്സ് സീൻ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഇവരുടെ കോൺവെർസേഷനിലൂടെ ഈ സാധനം വന്നാല് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സ് കിട്ടിയ ഒരു ഭയങ്കര ടെൻഷനും ഭയങ്കര ഇമ്പാക്റ്റും ഇവിടെ കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈറ്റിംഗിൽ ഏതെങ്കിലും ഒരു നായകന്റെ പ്ലാൻ പാളിപ്പോണം. അത് അതിങ്ങനെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു പോയിന്റിന് ശേഷം നായകന്റെ ജയങ്ങളുടെ ഒരു മൊണ്ടാഷ് ആയിപ്പോയി. അപ്പം നമുക്ക് ഒരു പോയിന്റിൽ നമുക്കൊരു ടെൻഷൻ. ഇതിങ്ങനെ ഇവിടെ നായകൻ ഒരു സ്ഥലത്ത് പാളുമ്പോഴേ ഇവർക്ക് മേലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ നായകൻ വിജയിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ഇത് ഈ സ്റ്റോറി ടെല്ലിംഗ് വൈസ് ആയിട്ടോ നായകൻ വില്ലൻ ലൈനിൽ ഇതിപ്പം ഇന്ത്യ തോറ്റെങ്കിലേ നമുക്ക് സന്തോഷം അങ്ങനെ എടുക്കരുത് എന്നേ ഉള്ളൂ. കാര്യം ഇതിപ്പം ഇതിന്റെ താഴെ വന്ന് കമന്റിൽ വന്ന് പറയും അപ്പൊ നിനക്കൊക്കെ അവർ ജയിക്കുന്നതാണ് കാണാൻ ഇഷ്ടമൊന്നും. എന്റെ പേടി നമ്മൾ സബ്ടൈറ്റിൽ ഓൺ ആക്കുമ്പോൾ അത് അവിടെ സംഭവിക്കുന്നതാണ്. അപ്പം അതെനിക്കറിയത്തില്ല, എന്നാലും അങ്ങനെ പറയരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ആക്ച്വലി സിനിമയുടെ ഒരു വളരെ മികച്ച ഒരു പോസിറ്റീവായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് പേഴ്സണലി സിനിമയുടെ ഓവറോൾ മ്യൂസിക് ഭയങ്കര, എനിക്ക് ഫസ്റ്റ് പാർട്ടിലും അത് ഭയങ്കര ഫ്രഷായിരുന്നു. ഇതിലും ഒരുപാട് പഴയ ട്രാക്സ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കോൺട്രാസ്റ്റ്, എസ്പെഷ്യലി ഈ ഇങ്ങനെ സീൻ നടക്കുന്നതും മ്യൂസിക്കും തമ്മിലൊരു കോൺട്രാസ്റ്റ് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പല മ്യൂസിക് ഇപ്പം മരിപ്പ് നടക്കുന്നിടത്ത് മറ്റേ ഒരു പാട്ടൊക്കെ എഴുതുന്നത് ഭയങ്കര ഗ്രൂവ് അതെ നമ്മളത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് മരിപ്പാണ് നടക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന അതെന്താന്ന് വെച്ചാൽ രണ്ടും കാണിക്കുന്നില്ല, അതായത് ഈ സൈഡും ആ സൈഡും കാണിക്കുന്ന രണ്ടിനും പറ്റുന്ന ഒരു ഇടയ്ക്ക്. പക്ഷെ അപ്പോഴും ആ സീനിൽ ഈ മ്യൂസിക് വരുമ്പോഴും ആ സീൻ അത് സ്പോയിൽ ചെയ്യുന്നില്ല, ആ സീനകത്തൊരു ഫണ്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബെസിലി കുറച്ച് ഒരല്പം ഇതിനകത്ത് കുറച്ച് മൊണ്ടാഷ് ഉള്ളതുകൊണ്ട്, മറ്റേ മൊണ്ടാഷ് പോകുന്നതുകൊണ്ടും മ്യൂസിക് കുറച്ച് ഓവർ യൂസ്ഡ് ആയിട്ടാണ്. അതായത് ഇപ്പം വേറെ സീൻ ഇടയ്ക്കുണ്ട്, രണ്ട് നല്ല രസമുള്ള സീൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി ഇമ്പാക്റ്റ് വരില്ലേ. അതില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മ്യൂസിക് ട്രാക്ക് പോകുമ്പം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച്. എനിക്ക് ആക്ച്വലി ഈ മ്യൂസിക്കിന്റെ യൂസേജ് കൊണ്ട് തന്നെ ഇപ്പൊ പടം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പറഞ്ഞ പോലെ കുറച്ച് ഇതാവുകയാണെന്ന് തോന്നിയാൽ പോലും മ്യൂസിക് ഈ സിനിമയെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ചധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിനിമ. അതിങ്ങനെ നീക്കി വിടുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തപ്പം എനിക്ക് ഫസ്റ്റിൽ കുറച്ച് ഇഷ്ടമുള്ളൊരു സീക്വൻസ് ഉണ്ട്. പുള്ളിയുടെ മകൻ മരിക്കും, നമ്മുടെ മെയിൻ വില്ലൻ്റെ. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ കസേര ഇരിക്കുമ്പോൾ ആ പുറത്തെ ഒരു ചർച്ച നടക്കും, എന്തോ കാര്യങ്ങളാണ്. അപ്പം പുള്ളി ഇറങ്ങി വന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചടിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം ഇങ്ങനെ കേൾക്കുമല്ലോ. അപ്പം അതുപോലുള്ള സീക്വൻസ് ഓരോരുത്തർ പറയില്ല, ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഇപ്പോൾ തിരിച്ചടിക്കേണ്ട, ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തരാം. അപ്പം ലാസ്റ്റ് പുള്ളി ഫുൾ ടൈം നോക്കുന്ന രൺവീർ പറയുന്നു ഞാൻ ചെയ്യും. അപ്പൊ രൺവീർ ഈ അഭിപ്രായങ്ങളിൽ അപ്പൊ അങ്ങനത്തെ കുറച്ച് സീക്വൻസ്, അതായത് ഭയങ്കര പരിപാടികളൊന്നും അതിനകത്ത് നടക്കുന്നില്ല, പക്ഷെ അതിനകത്ത് ഉള്ളിലൊരു ഇതുണ്ട്. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് രൺവീർ എടുത്ത് ചോദിക്കുമ്പോൾ രൺവീർ പറയും ഇപ്പൊ തിരിച്ചടിച്ച് അവരത് പ്രതീക്ഷിക്കത്തില്ല, അപ്പൊ ഇപ്പൊ തന്നെ തിരിച്ചടിക്കണം എന്ന് പറയുമ്പോൾ പുള്ളി ആ യെസ് ഓർ നോ പറയാതെ ഒരു ചിരിയും ചിരിച്ച് നടന്നു. അതെ, പുള്ളിക്ക് ഓൾറെഡി അത് ഡിസൈഡ് ചെയ്തിരിക്കും. അതെ, ഇവൻ അത് പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്യും എന്നുള്ളത് നമ്മൾ അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് ഒന്ന് നിന്നിട്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു ഭയങ്കര കരിസ്മാറ്റിക് ക്യാരക്ടർ ഇല്ലായിരുന്നു. ഇപ്പൊ രൺവീർ എന്ന് പറഞ്ഞാൽ നായകനാണ്, നമ്മളെ പുള്ളിയെ ഫോളോ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതിൽ ബെസ്റ്റ് ആണ്. അത് ആക്ടിങ് വൈസ് ഒന്നും. പിന്നെ ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ നമ്മുടെ ആ നടന്റെ പേരെന്തായിട്ടാ നമ്മുടെ ഇത് ചെയ്തേ, അമ്മായിപ്പൻ. അത് പുള്ളി ഫസ്റ്റ് ഹാഫിൽ രസമായിരുന്നു, ഫസ്റ്റ് പാർട്ടിൽ രസമായിരുന്നു. ഇതിലും പുള്ളി അടിപൊളിയാണ്. സിനിമയിൽ ആ പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു ഭയങ്കര കയ്യടി കിട്ടുന്ന സീക്വൻസ് ഉണ്ട്. അത് നിങ്ങൾ സ്പോയിൽ ആകത്തില്ല, അത് നിങ്ങൾ തീരെ തന്നെ കാണുക. ആ റിവീൽ എന്ന് പറയുന്നത് ഒരു സീരിയസ് ഡ്രാമയ്ക്കകത്ത് വർക്കാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. ബട്ട് ഒരു ഫൺ പടത്തിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറി പോയിന്റ് ആണ്. ഇത് നടക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു മൊത്തത്തിൽ. അതെ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വർക്കാവും. അത് എനിക്ക് തോന്നുന്നു രണ്ട് മിക്സ്ഡ് റിവ്യൂ വരാൻ നമ്മൾ തിയേറ്റർ കണ്ടപ്പോൾ തിയേറ്ററിൽ ഏറ്റവും വലിയ പോയിന്റ് ആ മൊമെന്റ് ആയിരുന്നു, ആ റിവീൽ. അതെ, അതാ പറഞ്ഞത് ഫൺ മൂഡിലാണെങ്കിൽ. പക്ഷെ പടം ഇങ്ങനെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണല്ലോ. പക്ഷെ ഈ ക്യാരക്ടറിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതെ, അതുകൊണ്ടാണ്. അതായത് ആ ക്യാരക്ടറിനെ നമുക്ക് ഒട്ടും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ഈ പറയുന്ന പോലെ ഈ റൂളിംഗ് പാർട്ടിയെ കുറച്ചധികം സപ്പോർട്ട് ചെയ്യുന്ന സീൻ
സീൻസ് വന്ന് ചിലർ കുറച്ചധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് തിരിച്ച് അറ്റാച്ച് ആവാത്തവരുണ്ട്. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് എനിക്ക് പേഴ്സണലി സിനിമയുടെ അവസാനത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, ക്ലൈമാക്സ്, ഇവരുടെ ഫൈറ്റ്, ആ വെടിവെപ്പും പരിപാടി എല്ലാം വരുന്നിടത്ത് ആ പോയിന്റിന് മുമ്പാണ് ഞാൻ വീണ്ടും പടത്തിലേക്ക് കയറുന്നത്. അതിന് മുമ്പ് ഈ സോ കോൾഡ് പ്രൊപ്പഗണ്ട എലമെന്റ് വന്ന സമയത്ത് വാക്കിന്റെ പ്രശ്നമാണ്. അതെ അതെ, നമ്മളങ്ങനെ അത് വന്ന സമയത്ത് ഞാൻ അതിനെ, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെ എതിർവശത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വന്നപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് ഞാൻ കുറച്ച് പുറത്തേക്ക് അങ്ങ് നിൽക്കുന്ന പോലെ പോയി. കാര്യം ഞാൻ ആ സിനിമ ആസ്വദിക്കുകയാണ്, ആ സിനിമയ്ക്കുള്ളിൽ ഇത് താഴെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അപ്പോൾ കോട്ടെ നമ്മൾ മൈൻഡ് ചെയ്ത് വിടാം. ഇത് ആ സിനിമയ്ക്ക് മുകളിൽ, ഞാൻ കണ്ടുകൊണ്ട സിനിമയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റിൽ പെട്ടെന്ന് ഇത് സിനിമയുടെ ആ ഒരു രസം നശിപ്പിച്ചു, ഇത് വേറെ ലൈനിലേക്ക് പോകാണല്ലോ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ കുറച്ച് മാറി നിന്ന് പിന്നീട് എൻ്റർ ആവുന്നത് ആ ക്ലൈമാക്സ് ഒക്കെ തുടങ്ങുന്ന ആ പോയിന്റിലേക്ക്, ആ ഫൈനൽ ഷോ ഡൗൺ പോയിന്റിലേക്കാണ്. പിന്നെ ഞാൻ കുറച്ചിത് അതായത് ഉറി തൊട്ട് ഞാൻ പുള്ളിയുടെ ഫിലിം മേക്കിങ്ങിൻ്റെ ഫാനാണ്. പക്ഷെ അതേസമയം ഞാൻ പുള്ളിയുടെ സിനിമകളിൽ നിന്ന് ഈ ഒരു എലമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം പുള്ളി ഒരു സൈഡിൽ കൂടെ പറഞ്ഞു പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. അല്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ദുരന്തറിന് പോലെ ആണെങ്കിൽ നമുക്ക് വിഷയം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അതേ ഉള്ളൂ വിഷയം. ഡയറക്ട്ലി അത് പറയുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്തെങ്കിലും അതിന് മേലെയാണ്. എനിക്ക് മെയിനായിട്ട് ഈ റൈറ്റിംഗ് കുറച്ച് വീക്ക് ആയതുപോലെയാണ് എനിക്ക് ഫീൽ. അതായത് കുറച്ച് നമ്മൾ രസകരമായി ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കിടന്ന് ഇത് കുറച്ച് ഡയറക്റ്റ് ആവുന്നു. ഡയലോഗ് റൈറ്റിംഗ് ഭയങ്കര വീക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ രാംപാലിന്റെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ആ സീൻ സെറ്റപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ച്. നമ്മുടെ മറ്റേ ടറന്റീനോയുടെ ഒരു പടത്തിൻ്റെ ഒരു ഫസ്റ്റ് സീനില്ലേ, നമ്മുടെ ക്രിസ്റ്റോഫ് വോൾട്സിന്റെ ആ സീക്വൻസ് അല്ലേ, നമ്മുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റർഡിന്റെ ഇനിഷ്യൽ സീനില്ല. അപ്പോൾ അത് പുള്ളി ഇങ്ങനെ വന്നിരിക്കുന്നു, നമുക്ക് ഒരു ഡയലോഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒരു അങ്ങനെയുള്ള സീക്വൻസസ് വെക്കാൻ പറ്റിയ പടങ്ങളാണ് ഈ ദുരന്തർ സീരീസ് ഓഫ് സിനിമകൾ. പക്ഷെ അത്രയും രസകരമായ ഒരു ഡയലോഗ് സീക്വൻസ് ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. മാധവന്റെ സീക്വൻസ് അതുപോലെ, മാധവനും പടത്തില് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസും ഉണ്ട്. നല്ല കൈഡി, ഇൻട്രോയ്ക്ക് ഭയങ്കര കൈഡിയാണ്, നല്ല രസമായിരുന്നു. ഇൻട്രോയ്ക്ക് കയറി വന്നിട്ട് തന്നെ എന്നെ അറിയാതിരിക്കല്ലോ അല്ലേ ഭയങ്കര രസമാണ്. ഇല്ലില്ല, മറ്റേ എഴുതി വെച്ചേക്കുന്നത് ഇത് തന്നെ നമ്മൾ പറഞ്ഞത് തന്നെ. ഈ ഇമോഷൻ നന്നായിട്ട് വർക്കായതും കുറച്ച് മെലോ ഡ്രാമയിലേക്ക് പോവെങ്കിലും ഇമോഷൻ ശരിക്കും വർക്കായി. ഞാൻ ആ ഇനിഷ്യലി ആ സീക്വൻസ് നേരത്തെ പറഞ്ഞിട്ടപ്പം പറയണമെന്ന് വിചാരിച്ചു. ആ സീക്വൻസ് എൻഡ് ചെയ്യുന്നത് പെങ്ങളെ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പം ഒരു റിയാക്ഷനും ഇല്ലേ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കരഞ്ഞു പോയി. കാരണം അത് ആ സാധനം മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ സംഭവിച്ചത്. പക്ഷെ ഇവരത് കാണിച്ചിട്ടില്ല, അത്ര നേരം നമ്മളെ കാണിച്ചിട്ടില്ല. അത് കാണിക്കുന്നതിന് മുമ്പ് ഇവനിത് ആക്ട് ചെയ്യുക. നമ്മൾ കാണുമ്പോൾ ഇവൻ റിവെഞ്ച് എടുക്കുക. അതിന് മുമ്പ് എന്താ നടന്നത് നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഊഹിച്ചു. അതായത് ഒരുപാട് പടങ്ങൾ സെറ്റ് ഈ ഒരു 10-25-30 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യണം. ഇത് ഭയങ്കര പെങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കാണിച്ച് മറ്റേ ഫാമിലി എല്ലാം കാണിച്ച് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ അത്രയും വേണ്ട. ഇവൻ ആ ഫസ്റ്റ് എവിടെ എന്റെ പെങ്ങളെന്ന് ചോദിക്കുന്ന ഇന്റൻസിറ്റി തന്നെ അറിയാം. നമ്മൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവർ പെണ്ണ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, എല്ലാം നമുക്ക് അറിയാം. നമുക്ക് ഊഹിക്കാം ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും എന്നുള്ളതിനെ പറ്റി നമ്മൾ ഊഹിക്കാം. പിന്നീടാണ് ആക്ച്വലി കോടതിയിൽ വെച്ചിട്ട്, കോടതിയിൽ ഈ ഇവർ പറയുന്ന സമയത്താണ് ഇതിന്റെ വിഷ്വലി നമ്മളെ എന്താണ് സംഭവം കാണിക്കുന്നത്. അപ്പം എങ്ങനെ ഈ പറയുന്ന എക്സ്പോസിഷൻ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു അവിടെയൊക്കെ നല്ല റൈറ്റിംഗ് ആണ്. അതാണ് സംഭവം. അതായത് വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള സീക്വൻസുകളും ഉണ്ട്, വളരെ ഫ്ലാറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് തട്ടിവിട്ട സംഭവങ്ങളും ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ വന്നു, ഇനിയിപ്പോൾ വില്ലന്മാരെ എങ്ങനെ എഴുതിയാലും സീനില്ല, അങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ട് ഒരു സൈഡ് ഹാൻഡിൽ ചെയ്തതിൻ്റെ ഒരു സങ്കടമുണ്ട്, ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. അതെ അതെ, എനിക്ക് ദുരന്തർ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എനിക്ക് ഫസ്റ്റ് ആണ്. കാര്യം ഫസ്റ്റ് ഹാഫിനൊരു നല്ല മൊമെന്റും ഉണ്ട്, ഇതിന് അത് കുറച്ച് നഷ്ടപ്പെടും. കാര്യം ഞാൻ ഇതിങ്ങനെ കുറച്ച് ഏറ്റക്കുറച്ചിലുള്ള ഒരു പടമാണ്. ബട്ട് നമുക്ക് ഹൈ പോയിന്റുകളുണ്ട്, നല്ല ഹൈ പോയിന്റുകളുണ്ട്. അതെ, അങ്ങനെയുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഹൈ പോയിന്റ് ഈ പറയുന്ന ഇനീഷ്യൽ സീക്വൻസും മറ്റേ ആ സുഹൃത്തുമായിട്ടുള്ള ഫുൾ ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എൻഡ് ചെയ്യുന്നത് ഇവനെ അവിടെ ഇത് കൊടുക്കുന്ന ജ്യൂസ് പുള്ളിയുടെ ഡെത്തിലാണല്ലോ. ആ രണ്ട് ഡെത്തും എനിക്ക് കുറച്ച് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അത് ആ ലെങ്ത് സീക്വൻസ് എനിക്ക് ഫുള്ളി എൻജോയ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഈ മൊണ്ടാഷ് പരിപാടികളാണ്
അതെങ്ങനെ ഓടിപ്പോകും. പിന്നെ ക്ലൈമാക്സ് നമുക്ക് കുറച്ചൊരു ബ്ലാസ്റ്റ് പോണുണ്ട്. അതെ, ബ്ലാസ്റ്റ് പോൺ, അതായത് കുറെ വെടിവെപ്പ്, പൊട്ടിത്തെറിയൊക്കെ ലൈവ് പൊട്ടിത്തെറികൾ. അത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ പൊട്ടിക്കുന്നത്, ആ ബിൽഡിംഗ് ഞാൻ പൊട്ടിക്കട്ടെ, അത് പൊട്ടുന്നു, നമുക്ക് ആ ട്രെയിൻ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പൊട്ടിക്കുക. പക്ഷേ സംബന്ധിച്ചാൽ ഇത്രയും ലെങ്തിൽ പടം പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫൈനലി വില്ലനെ കൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റേ ഒരു ആ സാധനമില്ലേ, അത് കുറച്ച് ഇതായി, കുറച്ച് ഡൈല്യൂട്ട് ആയി. അതായത് വില്ലൻ മരിക്കും, ഓക്കെ വില്ലൻ ചത്തു എന്നുള്ള സംഭവമാണ്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഒന്നുമില്ല, ആദ്യം ഒരു മുറിക്കകത്തിരുന്നൊരു ഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് പുറത്ത് ഒരു ഫൈറ്റ്, നടന്ന ഫൈറ്റ്, പിന്നെ ട്രെയിൻ സ്റ്റേഷനിൽ ഒരു ഫൈറ്റ്, കണ്ടെയ്നർ അല്ലെ റെയിൽവേ സ്റ്റേഷൻ കണ്ടെയ്നർ എവിടെ അവിടെ ചെന്നൊരു സ്ഥലത്തും, അത് കഴിഞ്ഞിട്ട് അവസാനം മറ്റേ മണ്ണെണ്ണയ്ക്കകത്ത് അങ്ങനെ മുക്കിയിട്ട് അത് പൊട്ടി തെറിപ്പിച്ച്. അപ്പോൾ അത്രയും സംഭവം നടക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഈ നമ്മളിപ്പോഴും പറയുന്ന റിവെഞ്ച് എന്ന് പറയുന്ന സംഭവമുള്ളൂ, അതിങ്ങനെ നമുക്ക് ഈ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറിൻ്റെ ഇമോഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലേ ലാസ്റ്റ് പുള്ളി വന്നാൽ തിരിച്ച് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ പോകുന്നുള്ളൂ. ആരോടാണ് ഈ റിവെഞ്ച് എന്നുള്ളത് ഇങ്ങനെ പിൻ പോയിന്റ് അല്ല, അതെ പലരോടും ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡൈല്യൂട്ട് ആവും. ഇപ്പം നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞില്ലേ, പ്രതികാരം നാളെ ചെയ്താൽ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പ്രതികാരം ചെയ്യാൻ പോകുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വണ്ടി കറക്റ്റ് ചെയ്യണം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയുമല്ലോ പ്രതികാരത്തിൽ. അതേപോലെയാണ് ഇവിടെ ഈ പടത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ ഫസ്റ്റ് സീക്വൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പവറിൽ ക്ലൈമാക്സ് വന്നിരുന്നെങ്കിൽ ഈ സ്റ്റോറി ബീറ്റ്സ് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോഴെങ്കിൽ വേറൊരു പേസിലാണ് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇത് എല്ലാം ചിലർക്കത് കൺവെൻഷനിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാം, പക്ഷേ ചിലർക്കത് കുറച്ച് വലിച്ചിലായിട്ട് ഫീൽ ചെയ്യും. അതെ അതെ. ഓവറോൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുന്നുണ്ട്, ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സുകൾ തരുന്ന, തിയേറ്ററിൽ നിങ്ങൾക്കൊരു ഹൈ ഒക്കെ തരുന്ന സിനിമ തന്നെയാണ് ദുരന്തർ ദ റിവെഞ്ച്. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അർജുൻ രാംപാലിന് ഒരു 1 ഡയമെൻഷനാലിറ്റി ഉണ്ടെങ്കിൽ അതൊരു 2 ഡയമെൻഷനിലാക്കാൻ വേണ്ടി ഒരു അച്ഛൻ ക്യാരക്ടറെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളി ഉൾട്ട ഇങ്ങനെ ടി വി കണ്ടിട്ട് എടാ അവിടെ അതാ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയെ ആ പാത്രത്തിൽ മുക്കിക്കൊല്ലും. അതെ, അത് മുക്കിക്കൊല്ലുമെന്ന് മനസ്സിലായി. പക്ഷെ അതിങ്ങനെ ആ പുഷില്ലേ, അതായത് ആ ഡ്രാമ പടത്തിൻ്റെ വീക്കർ സെക്ഷനിൽ കിടന്നുകൊണ്ട് അതിനൊരു പഞ്ചില്ല. അത് ഫസ്റ്റ് പടത്തിലായിരുന്നു ഈ സാധനമെങ്കിൽ എനിക്ക് തോന്നുന്നു അർജുൻ രാംപാലിന് ഫസ്റ്റ് പടത്തിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റും ഉണ്ടായേനെ, ആ നല്ല പടത്തിനകത്ത് ഒന്ന് വീണേനെ. ഇതിപ്പം കുറച്ച് പടം കുറച്ച് കുഴഞ്ഞ് താന്നു പോകുമ്പോഴാണ് ഈ സാധനമൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ പുള്ളിയുടെ ആ സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളം അവിടെ നിറയുന്നു, നിർത്താൻ പുള്ളി പറയുന്നു കലിപ്പാണ്, മകനെ എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന മകനെ അറിയാം അന്തേ മറ്റേ സാധനം ഞങ്ങളെ കൊല്ലും ഞാൻ എന്ന് പറയുന്ന സാധനം നമുക്ക് വരുമെന്നറിയാം. ഇയാളെ വെള്ളത്തിൽ മുക്കി തന്നെ കൊല്ലുമെന്നും 100% ഷുവറായിട്ട് നമുക്കറിയാം. ബട്ട് അത് വരുമ്പോഴും നമുക്ക് അതിനകത്തൊരു ഇമ്പാക്റ്റ് ഇല്ല. ആക്ടർ കുറെ കൂടെ റെക്കഗ്നൈസബിൾ ആളായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ സീക്വൻസിനൊരു ഇതുണ്ടാക്കിയെടുക്കായിരുന്നു. വേറെ രീതി ആക്ട് ചെയ്യണം, ആ ആക്ടിങ് കുറച്ച് ജനറിക്. എനിക്ക് ആ ഒരു സെക്ഷൻ കൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഭയങ്കര വീക്കായി പോകുന്നു. ഈ അർജുൻ രാമൻ്റെ ക്യാരക്ടർ പുള്ളി കുറച്ച് വീക്കായി പോവാം. അതായത് എല്ലാവരും പുള്ളിയെ കളിയാക്കുകയാണ്, എല്ലാവരും പുള്ളിയെ പറ്റിക്കുകയാണ്. അതായത് ഇത്രയും ബുദ്ധിയില്ലാത്തൊരുത്തരാണോ നീ എന്ന് തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലെത്തുക. ഇനിഷ്യലി പക്ഷേ സഞ്ജയത്തിന് ഒന്ന് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. സഞ്ജയത്തിന് ഇനി മേലാൽ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും പവറേഷ് പരിപാടിയായിരിക്കും. പക്ഷേ പോകെ അത് കുറഞ്ഞ് എല്ലാവരും പറ്റിക്കപ്പെടുന്നു. പുള്ളിക്കൊന്നും ചെയ്യാനില്ല. അതെ, പുള്ളിക്കൊന്നും ചെയ്യാനില്ല. ഇവിടുന്ന് കുറച്ച് പേര് അങ്ങോട്ടായിരിക്കും, അവിടെ കുറച്ച് പേര് ഇങ്ങോട്ട്. പുള്ളി 5 പ്രാവശ്യമെങ്കിലും അത് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗംഭീര പ്ലാൻ ഉണ്ട്, എൻ്റെ 5 പേര് അങ്ങോട്ടേക്ക്, 5 പേര് ഇന്ത്യയുടെ ബോർഡർ നടത്ത് എന്ന് പറയും. 26/11 നടന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഡയലോഗ് ചെയ്യാം, നമുക്ക് കുറച്ച് പേര് അങ്ങോട്ടായിരിക്കും കുറച്ചധികം പറയുന്നുണ്ട്. ഒന്നും നടക്കത്തില്ല, അതാണ് സംഭവം. പിന്നെ ആക്ച്വലി ഇവർ ആ എലമെൻ്റൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതായത് ഇവിടേക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്ത് അതിന്റെ ക്യാഷ് കൊണ്ട് തിരിച്ച് ഇന്ത്യക്ക് തന്നെ പണി കൊടുക്കും. അതും ഈ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു നെറേറ്റീവ് ആണ്. ഇപ്പം പഞ്ചാബിനെ ബേസ് ചെയ്ത് ഒരു പടമുണ്ട്, പഞ്ചാബിനകത്ത് കുറച്ചുകൂടെ അത് ഡ്രഗ്സ് ഗ്രൗണ്ട് ലെവലിൽ അവർ ഡീൽ ചെയ്യുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് പഞ്ചാബ് കേരളമൊക്കെയാണ് എനിക്ക് തോന്നുന്നു വെള്ളവടിയിലും ഇതിലൊക്കെ കുറച്ചധികം മുമ്പോട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്സിൽ. അതിൽ ഇതിനകത്ത് കേരളത്തിന് സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. കേരളത്തെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ കേരള സ്റ്റോറിൽ വിട്ടുപോയത് ഇതിനകത്ത് അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിനകത്ത് ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. എത്രത്തോളം ആർക്കൊക്കെ കൊള്ളുന്നു, എങ്ങനെ കൊള്ളുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങളിത് കാണുമ്പം ഇതിൻ്റെ രാഷ്ട്രീയം ഒന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. ഞാനൊരു ഗംഭീര പടം കാണാൻ പോവാണ്.
നിങ്ങൾക്ക് പൊട്ടറ്റ വെടി എന്നാണെങ്കിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തല മുറിച്ച് മാറ്റുന്നത്, കൈ മുറിച്ച് മാറ്റുന്നത്, കാൽ മുറിച്ച് മാറ്റുന്നത്, അത് കുറച്ച് തലയടിച്ച് പൊളിക്കുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ചധികം സെൻസർ ബോർഡ് കൈവച്ച്, അതായത് ഇതൊക്കെ സ്ക്രീൻ അടിയിലോട്ട് പോയിട്ടുണ്ട്. ട്രെയിലറിൽ കണ്ടതൊന്നും, ട്രെയിലറിൽ കണ്ട വരെ തലയടിച്ച് പൊളിക്കുന്ന സീക്വൻസ് കുറച്ച് അതെ സൂമനായി പോയി. പിന്നെ ഈ ഇത് കട്ട് ചെയ്ത് കളഞ്ഞത് ഞാൻ വായിച്ചായിരുന്നു, മറ്റേ കണ്ണിൽ ഇത് കയറുന്നത് കുറച്ച് ഒരു ഷോട്ട് അത് കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ മനസ്സിലായി. അത് ഞാൻ മറ്റേ ആ ഫുൾ ലിസ്റ്റ് വായിച്ച്, അത് ശരിക്കുള്ള ലിസ്റ്റ്, സെൻസർ ബോർഡിൽ ഫുൾ ലിസ്റ്റ്, അതായത് 5 മിനിറ്റ് ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതായത് ഇവർ സബ്മിറ്റ് ചെയ്ത് 2:31 അല്ല 3:31 അല്ല സോറി 231 മിനിറ്റ്, തിരിച്ചു കിട്ടിയത് 229. 1 മിനിറ്റ് സംതിങ് അത്രേ പോയിട്ടുള്ളൂ. അത് ഈ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഈ ഷോട്ടുകളാണ്. പിന്നെ സബ് ടൈറ്റിൽ, ഷോട്ടിന്റെ ഡ്യൂറേഷൻ വളരെ കുറച്ച്, ഫ്രെയിംസ് കുറച്ച് കുറയ്ക്കാം. അത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബലിദാൻ പരമോധർമ്മം അതല്ലേ ഇടയ്ക്ക് എഴുതി കാണിക്കുന്നത്. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഈ ക്യാരക്ടറിന്റെ ക്ലൈമാക്സ് ആയിട്ട് കാണിക്കുന്നത് പുള്ളി കുടുംബത്തിന്റെ വാതിക്കലെത്തിയിട്ട് ഗേറ്റ് അടച്ചു, എന്നിട്ട് പുള്ളി തിരിച്ചു പോണോ, എന്നിട്ട് നേരെ ക്യാമറ നോക്കുന്ന ഒരു ആ സംഭവം ഒരു രസമുള്ള ഡയറക്ടോറിയൽ ഡിസിഷനാണ്. അത് 100% അത് വർക്കാവാത്തത് നമ്മൾ പടത്തിന്റെ ആ പോയിന്റ് കുറച്ച് തളർന്നു പോയി. അതെ, ഒരുപാട് നേരമായി. കുറച്ച് അതായത് ക്ലൈമാക്സിലെ ഈ വലിയ ഷോ ഡൗൺ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോകും ഒരു 20 പിന്നെ ഇന്ത്യ തിരിച്ചു വരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ അത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പടത്തിന്റെ ആർക്ക് തുടങ്ങുന്നത് പുള്ളിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് തുടങ്ങി വീട്ടിൽ തന്നെ പടം പോയി എൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവിടേക്ക് വരുന്നതാണ്. കാരണം ഫസ്റ്റ് ഇവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നിടത്ത പടത്തിന്റെ ഫസ്റ്റ് ഷോട്ട്, പടം എൻഡ് ചെയ്യുന്നത് പുള്ളി തിരിച്ച് പുള്ളിയുടെ ഫാമിലിയിലേക്ക്. ആ സംഭവം രസമുണ്ടായിരുന്നു. അതായത് ഫോട്ടോ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവന് ഒരു ഫാമിലി ഉപേക്ഷിക്കും, അവിടെ തിരിച്ചു വരുമ്പോൾ ഒരു ഫാമിലി, ആ സംഭവത്തിന്റെ ഒരു സംഭവമൊക്കെ. ഇതൊക്കെ ബേസിക്കലി ഭയങ്കര നമുക്ക് ഫിലിം മേക്കിംഗ്, നമ്മളിങ്ങനെ ഒരു പടം തുടങ്ങുന്നിടത്ത് തന്നെ കൊണ്ട് അവസാനിപ്പിക്കും, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അത് ഫിലിം വരുത്താൻ വെക്കാറുണ്ട്. ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ഉള്ള ഭയങ്കര അവർക്ക് ഹൈ തരുന്ന ചില എലമെന്റുകളാണ് ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ. സത്യസന്ധമാണെങ്കിൽ ട്രാജഡിയാണ്, കുടുംബ ട്രാജഡി, ഫാമിലി ട്രാജഡിയാണ്. അതായത് ഇവൻ മെയിൻ ആയത് എവിടെയാണ്, ഇവന് ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലത്താണ്. അവിടുത്തെ വില്ലന്മാരുടെ മെയിനായി, അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അവനെ സംബന്ധിച്ചാൽ അവൻ ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് പുറത്തു പറയാനും പറ്റത്തില്ല, ആർക്കും ഇത് അറിയാനും പറ്റത്തില്ല. അങ്ങനെയാണ് അതിന്റെ, അതായത് അൺസങ് ഹീറോ അല്ലെങ്കിൽ അൺസങ് ഹീറോസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. മറുത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മറുത് മാത്രം ഇതൊക്കെ ചെയ്താൽ മതിയോ, മറുതിനെയും ചേട്ടെ. അത് ഏതൊരു സീനിലെ ആൾക്കാർ കൈയടിച്ചല്ലോ ഈ മർദിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ സഞ്ജയത്തിന്റെ ആണോ? അല്ലല്ല, സഞ്ജയത്തിന്റെ അല്ല, എനിക്ക് തോന്നുന്നത് മാധവൻ പറയുന്ന ആണുങ്ങളാണ് എല്ലാം, ആണുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ ഡ്യൂട്ടിയാണ്. അതായത് നമ്മള് ജനിക്കുന്ന പോലെ മരിക്കുന്നത് വരെ നമ്മളിത് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞ് നമ്മുടെ ഒരു ഡ്യൂട്ടിയായി മാറി എന്നുള്ള ലൈനിൽ ഒരു വലിയ കോൺവെർസേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിന് ഏതോ ഒരു ആണ് കൈയടിച്ച് ഏതോ ഒരു ഷോവിനിസ്റ്റ് ഞങ്ങളുടെ തിയേറ്ററിൽ, അതെ മെയിൽ ഷോവിനിസ്റ്റാണ് ഭയങ്കര കൈയടിച്ച്. അതാണ് അതാണ് എന്ന് പറയുന്നത് ആമ്പള ഓമ എന്ന് പറയുന്നത് ആ സാധനം. പുള്ളിക്ക് രോമാഞ്ച പീക്ക് മൊമെന്റ് അതായിരുന്നു തോന്നുന്നു. പിന്നെ ആക്ച്വലി എനിക്ക് ആ പേ ഓഫ് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുന്നത്, കാണ്ടഹാർ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുന്ന ക്യാരക്ടറിനെ വീഡിയോ കോളിലൂടെ തിരിച്ച്, അത് പിന്നെ നമ്മൾ ഒരുപാട് കണ്ട സാധനമാണ്. പക്ഷേ എനിക്കത് കുറച്ചത് അവനെ കൊണ്ട് മറ്റേ നീ പറയത്തില്ല മലയാളത്തിൽ ഇതുപോലെ എഴുതുന്ന സാധനമില്ല, പാകിസ്ഥാനിനെ കൊണ്ട് ഞാൻ അതിന്റെ ബെറ്റർ വേർഷനാണ്. എന്നാലും ആ സാധനം ലൈനാണ് എന്തായിരുന്നു, ഭാരത് മാതാ കി ജയ് വെച്ചിട്ട് പുള്ളിയെ കൊന്നു കളയും ആ സാധനം. അപ്പൊ അത് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്, മറ്റേ പഴയ പടത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ പേ ഓഫ് ഇത്രയും കഴിഞ്ഞ് വന്നോണ്ടാന്ന് തോന്നുന്നു കുറച്ച്. ഓക്കെ, അതാ മുഖം കൊണ്ട് പോലും എനിക്കൊരു സാമ്യം ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലായില്ല, ഇവർ ആക്ച്വലി അത് മനസ്സിലാകാത്തോണ്ടാന്ന് തോന്നുന്നു. എഡിറ്റിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ വന്ന ഫസ്റ്റ് അതിലും ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ട്രെയിലറിലെ കട്ടിന് അതെ, ട്രെയിലറിലെ കട്ടിനകത്ത് അവന്റെ തലക്കടിക്കുന്ന പോലത്തെ ഒരു കട്ടുണ്ട്. അതെ അതെ. പിന്നെ ഈ എൻഡിങ്ങിൽ ഈ പറയുന്ന പോലെ ആ ട്രെയിനിങ് സീക്വൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് എൻഡിങ്ങിൽ എന്തുകൊണ്ട് അത് രസകരമായ ഡിസിഷനാണ്. പിന്നെ ഇതിന്റെ ചേട്ടാ ഈ ഇതിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് മാറ്റിയ സാധനമായിരിക്കും. എഡിറ്റേഴ്സിന് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എഡിറ്റിൽ കുറച്ചധികം, അത് രണ്ടുപേർക്കും, അതായത് മെയിൻ എഡിറ്റർക്കും മറ്റേ ട്രെയിലർ കട്ട് ചെയ്ത പുള്ളിയുടെ അളിയനും. എനിക്ക് തോന്നുന്നു അവര് കുറച്ചധികം ഡിസിഷൻസ് ഇതിന്റെ എഡിറ്റിംഗിൽ കുറച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല. അല്ലല്ല, അതിപ്പോ കൊടുക്കുന്നുണ്ടല്ലോ, അത് പലരും ചെയ്യുന്നുണ്ട്. എഡിറ്റർ എന്ന് പറയുന്നതും ഈ റൈറ്ററിന്റെ അടുത്ത വർഷം പോസ്റ്റ് പ്രൊഡക്ഷൻ റൈറ്ററാണ് എഡിറ്റർ. പുള്ളിക്ക് തീരുമാനമൊക്കെ എഡിറ്റിങ്ങിൽ. ഞാനിപ്പോൾ ഈ കഥയെ ഞാൻ ഇങ്ങനെ പറയാൻ തീരുമാനിക്കുകയാണ്, ഡയറക്ടർക്ക് അത് വർക്കാവണമെങ്കിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ
അങ്ങനെ എഡിറ്റ് ചെയ്യാം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഫസ്റ്റ് കട്ട് നിങ്ങൾ അപ്പോൾ എഡിറ്ററിന് വിട്ടു കൊടുക്കും. നിങ്ങളൊരു വേർഷൻ ഒന്ന് കറങ്ങി, അപ്പോൾ നമ്മളിങ്ങനെ എഡിറ്റർ അതിൽ തന്നെ ഒരു 3 വേർഷൻ ഉണ്ടാവും. ഒരു സീൻ്റെ അകത്ത് തന്നെ ഒരു 3 പേസിങ്ങിൽ എന്നൊക്കെ വേർഷൻ ഉണ്ടാക്കിയിട്ട് ഡയറക്ടറിനെ കാണിച്ചിട്ട് ഫൈനലൈസ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ 3 ടൈം ലൈനിൽ തന്നെ 3 വേർഷൻസ് ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സീനുകൾ ബെറ്റർ ആക്കുകയോ മോശമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇതും കൂടെ ഉള്ളു മറ്റേ നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് വന്ന സീനിൻ്റെ ഓഡിയോ. അത് ലാസ്റ്റ് പലരും കണ്ടില്ല ആ സാധനം. അത് വെച്ചാൽ ഇങ്ങനെ ഇത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചാടിക്കയറി അതിനകത്ത് എന്തോ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു സീനുണ്ട്, അത് ഈ പറഞ്ഞ പോലെ അത് ലൈൻ ഓഡിയോ യൂസ് ചെയ്തിരിക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ്ബല്ലെന്ന് തോന്നുന്നത്, ലൈൻ ഓഡിയോ തോന്നുന്നത്. ഇങ്ങനെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുക ഇവരുടെ ഓഡിയോയുടെ ഇൻ ആൻഡ് ഔട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടിച്ച് കയറിയതിലൊക്കെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലാത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണത്. അപ്പോൾ ദുരന്തർ ദ റിവെഞ്ച് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ടോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ടു നോക്ക്. ഇനി നമുക്ക് രണ്ടുപേർക്കും ഫസ്റ്റിൻ്റെ അത്രയും വർക്കായില്ല, എന്നാലും വാച്ചബിൾ ഒരു. അതെ, തമ്മിൽ ഭേദം ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആണെന്ന് ഞാൻ പറയും. കുറേ ടൈറ്റർ, അതെ ഫോക്കസ്ഡ് ഫിലിം. ഇത് ആക്ച്വലി ബിഗർ, ലൗഡർ, വൈഡർ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് നല്ല ലെങ്ത് ആണ്. ഇതിൻ്റെ ലെങ്ത് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്തോണ്ടാണ്. എനിക്ക് ഫസ്റ്റ് പാർട്ട് അത് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അത് കുറച്ചുകൂടെ നല്ല ഒരു മൊമെൻ്റ് ഉള്ള നല്ല സ്പേസിംഗ് ഉള്ള പടമായിട്ട് ഫീൽ ചെയ്തു. ഇതിനകത്ത് അത് ഭയങ്കരമായിട്ട് മിസ്സായതുപോലെ തോന്നി. റൈറ്റിംഗ് ഈ പറയുന്ന പോലെ ഇച്ചിരി വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ടെക്നിക്കൽ ആസ്പെക്ട് വല്ലാണ്ട് പടത്തിനെ സഹായിക്കുന്നു. അതായത് മേക്കിംഗ് ഉറപ്പടവാട എന്ന് പറയാൻ തോന്നാത്ത അതുകൊണ്ടാണ്. ഡയറക്ടർക്ക് പുള്ളിയുടെ അടുത്ത സിനിമകൾ അടുത്ത അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അറിയാൻ എനിക്ക് ശരിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാര്യം പുള്ളിയുടെ കയ്യിൽ പടം ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ആ മെയിൻ സ്ട്രീം ആക്ഷൻ പടത്തിന് ഒരു പുതിയ ഒരു ഫോർമുല ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് അതായത് ഇനി ഈ പറഞ്ഞ തൊലിഞ്ഞ സ്പൈ പടം എടുക്കുകയാണെങ്കിൽ YRFന്റെ സ്പൈ യൂണിവേഴ്സ് ഇനി ഇറക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഷാരൂഖ് ഖാൻ അല്ല, സൽമാൻ ഖാൻ അല്ല, ആര് വന്ന് അഭിനയിച്ചാലും ഈ പഴയ ഫോർമാറ്റിലാണെങ്കിൽ ഇനി അത് വർക്കാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. പറന്നടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അത് നമ്മളൊരു നല്ല വേർഷൻ ഓഫ് സ്പൈ മൂവി കണ്ടു. എല്ലാ വർഷവും സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ ഇതെല്ലാം വരുമ്പോൾ ഉള്ള രസം ആളുകൾ പറഞ്ഞു. അത് ഹിന്ദിയിൽ, നമ്മൾ ഇംഗ്ലീഷ് പടമാണല്ലോ അത് നമുക്കത് പറ്റത്തില്ലോ എന്ന് പറയുന്ന ഈ പരിപാടിയൊന്നും നടക്കത്തില്ല ഇനി. സോ അപ്പോൾ അതുകൊണ്ട് ദുരന്തർ ദ റിവെഞ്ച് കാണാനാകുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രൊപ്പഗാണ്ട അല്ലെ പൊളിറ്റിക്കൽ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതിനെ നെഗറ്റീവ് തന്നെയാണ് നമ്മുടെയും ബുക്സിൽ. അതെ, അപ്പോൾ അത് ഇപ്പം ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക എസ്പിയോനേജ് ത്രില്ലർ അല്ലല്ല. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ താഴെ കമൻറ്റിൽ വന്നിട്ട് മറ്റേ പൊളിറ്റിക്കൽ വാറുണ്ടാക്കരുത്. അത്ര നമ്മൾ പേട്രിയോട്ട്സ് ആണ്. അതെ, ജിങ്കോയിസ് അല്ല ഇതിനകത്ത് കുറച്ച് ജിങ്കോയിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം പേട്രിയോട്ടിസം അല്ലേ? എന്തിൻ്റെ എക്സ്ട്രീം മോശമാണ്. എക്സ്ട്രീം അതാണ്. അപ്പം നമ്മളത് അല്ല, നമ്മൾ പേട്രിയോട്ട്സ്.